ഇതിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 13ാമത്തെ ക്ലാസ്സിലേക്ക് പ്രധാനകവിയുടെ ആശ്രയിച്ചെന്ന് കുടിയിടുവാൻ തീർന്നുള്ള നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മള് ഇവൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21ാമത്തെ വാക്യം വരെ വായിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അതിൽ ദൂർത്തപുത്രനായിരിക്കുന്ന മകൻ അവന് മാനസാന്തരമുണ്ടായി. താൻ ഇരുളിലാണ് ജീവിക്കുന്നത്, തനിക്ക് വെളിച്ചത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവൻ പാപത്തെ വെറുത്ത് പാപജീവിതം മതിയാക്കി. ഇനി ഈ ഇരുളിൽ സന്തോഷിക്കാനൊന്നുമില്ല, അതെല്ലാം നഷ്ടമാണ് എന്ന് മനസ്സിലാക്കി താൻ പാപത്തോട് കൂടെ പറയുവാൻ കഴിയാത്തത്. അവൻ ദുഷ്ടതയെ ദേക്ഷിച്ചു, നീതിയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവന് അവന്റെ ഭവനത്തിൽ എത്തിച്ചേരുവാനും ദൈവം അവനെ കൂട്ടുകാരിൽ പരമായി ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്തതുപോലെ പിതാവ് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ അവനെ ആദരിപ്പണിയാത്ത അവന്റെ സഹോദരൻ പോലും വിചാരിച്ചില്ല അവനെ അവന്റെ പിതാവിൽ മാത്രം ആദരിക്കുമെന്ന്. മടങ്ങി വരുന്ന മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് പക്ഷഭേദമില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം കാത്തിരിക്കുന്നത് ഇരുളിനെ വെറുത്തുകൊണ്ട് പാപത്തെ മതിയാക്കിക്കൊണ്ട് മദ്യപാനവും മയക്കുമരുന്നും ലജ്ജതകളും അഹങ്കാരവും ദുർനടപ്പും അശുദ്ധിയുടെ പ്രവൃത്തികളും എല്ലാം മതിയാക്കി മടങ്ങി വരുവാൻ താല്പര്യമുള്ളവനെ കൈനീട്ടി സ്വീകരിക്കുന്ന പിതാവാം ദൈവം അവനെ പുത്രത്വം നൽകി ഉന്നതമായ പദവിയിലെത്തിക്കുവാൻ ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അധികാരം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ തേജസ്സിന്റെ മക്കളാക്കി തീർക്കുവാനുള്ള ദൈവസ്നേഹമാണ് വെളിച്ചത്തിലേക്ക് വരുന്നവർക്ക് ലഭിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിപ്പാനിടയാത്തത്. തുടർന്ന് 22 മുതൽ ഉള്ള അതിന്റെ ചില ഭാഗങ്ങൾ 22 മുതലുള്ള 30 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോഴത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കേണ്ടത്. അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരോടുകൂടെ യാഗം കഴിപ്പിച്ചുകൊണ്ടിരുന്നു, സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്നു സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. അപ്പോൾ നമ്മളതേ കുറിച്ച് ചിന്തിച്ചിരുന്നു. ഇത് യോഹന്നാനെ തടവിലാക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ്. അഥവാ കനാവിലെ കല്യാണത്തിന്റെ വിരുന്ന് മറ്റുള്ള അടയാളങ്ങളൊക്കെ യെരൂശലേമിൽ പോകുന്നതിന് മുമ്പുള്ള സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാനെ തടവിലാക്കിയ ശേഷമാണ് യേശു ഗലീലയിലേക്ക് ചെന്ന് അത്ഭുതങ്ങൾ ചെയ്തു തുടങ്ങിയത്, യെരൂശലേമിൽ പോയത്. അതേക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചത്. ഈ ഭാഗം മുന്നമേയാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ എഴുതിയിരിക്കുന്നത് യോഹന്നാന്റെ സാക്ഷ്യം യേശുവിനെ കുറിച്ചുള്ള പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ യോഹന്നാൻ തടവിലാക്കിയിരുന്നപ്പോൾ കർത്താവ് യേശു സ്നാനമേറ്റ ശേഷമായി മരുഭൂമിയിലേക്ക് പോയി താൻ ശക്തിയോടെ മടങ്ങി വന്നു. യഹൂദ മരുഭൂമിയിലേക്ക് തന്നെയാണ് മടങ്ങി വന്നത്. അവനും ശിഷ്യന്മാരെ ചേർത്തിരുന്നു എന്നുള്ളത് നമുക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ യോഹന്നാന്റെ പ്രസംഗം കേട്ട് നിരവധി പേർ, അനേകർ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. അവിടെ വലിയൊരു തർക്ക വിഷയങ്ങൾ അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകൾ ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. 1 യേശുവിന്റെ കൂടെ നിൽക്കുന്നവര്, 2 യോഹന്നാന്റെ കൂടെ നിൽക്കുന്നവര്, 3 യഹൂദന്മാർ. ഇങ്ങനെ 3 ഗ്രൂപ്പുകളായിട്ടാണ് നമുക്ക് അന്നത്തെ ആളുകളെ അവിടെ കൂടി വന്നവരെ കാണാൻ സാധിക്കുന്നത്. ഇതില് യോഹന്നാന്റെ ആൾക്കാരെ, യോഹന്നാന്റെ ശുശ്രൂഷകളെ കുറിച്ചുള്ള ഏകദേശ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയിരുന്നു. യോഹന്നാൻ വന്ന് മാനസാന്തര സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യേശു വന്ന് സ്നാനമേറ്റു, ആത്മാ നിറവിലായി മരുഭൂമിയിലേക്ക് പോയി. ശേഷമായി മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവനോട് കൂട്ടുണ്ടായിരുന്ന ശിഷ്യന്മാരുമായിട്ട് യേശുവും സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യോഹന്നാന്റെ ശുശ്രൂഷ തീരുന്നു. അതോടുകൂടെ യോഹന്നാൻ ചെയ്ത ശുശ്രൂഷ തീരുമ്പോൾ ആ സ്നാനത്തോടുള്ള ബന്ധത്തിൽ, ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് ഇവിടെ യോഹന്നാൻ സ്നാനം നടത്തിക്കൊണ്ടിരുന്നത്. അത് യേശുവും തന്റെ ശിഷ്യന്മാരും ചെയ്തിരുന്നു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ യേശു സ്നാനപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് ഒരു തർക്ക വിഷയമായി ചില ദിവസങ്ങളൊക്കെ പലരും ചിന്തിക്കാം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത്, ഇവിടെ യേശു സ്നാനപ്പെടുത്തിയാലും സ്നാനപ്പെടുത്തില്ല എന്നത് വലിയ പ്രത്യേകതയൊന്നുമില്ല. യേശുവിന് മനുഷ്യരുടെ കാലുകളെ കഴുകാൻ കഴിയുമെങ്കിൽ യേശു സ്നാനപ്പെടുത്തി എന്നുള്ളത് കൊണ്ട്
വലിയ വലിയ തർക്ക വിഷയങ്ങളാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളോട് അനുബന്ധമായി വായിക്കുമ്പോൾ നമുക്കതേക്കുറിച്ച് വലിയ പരസ്യമായിട്ടുള്ള ഡിബേറ്റുകൾക്കോ ചിന്തകൾക്കോ ഒന്നും അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. 4-ാം അധ്യായം അതിന്റെ 1 മുതൽ യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്തു സ്നാനം കഴിപ്പിക്കുന്നതെന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചിട്ടതാണ്. അവൻ യൂദാദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു സ്നാനപ്പെടുത്തിയിട്ടില്ല. വാസ്തവത്തിൽ യേശു ആരെയും സ്നാനപ്പെടുത്തുകയില്ല. ആണ് യോഹന്നാൻ പറഞ്ഞ സാക്ഷ്യം അനുസരിച്ച് യേശു യോഹന്നാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ വരുന്നവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീനാലും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിനാൽ സ്നാനം തീനാലും സ്നാനം കഴിപ്പിക്കുന്നവനാണ് യേശു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാനം ആത്മീയ സ്നാനമാണ്. എന്നാൽ ഭൗമികമായിരിക്കുന്ന ഭൂമി നടത്തിയ സ്നാനം യോർദാൻ നദീക്കരയിൽ ഐനോനിലും, അതുപോലെ യേശു യഹൂദ ദേശത്ത് അവരോടുകൂടിയുള്ള ദേശത്ത് വന്ന് ഈ സ്ഥാനത്തെ അതിനടുത്തുള്ള സ്ഥലത്ത് നടത്തിയ സ്നാന സുരക്ഷയും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ അന്ന് ആ സമയത്ത് അതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. എന്നാൽ സഭ സ്ഥാപിക്കപ്പെട്ടതോടുകൂടി യോഹന്നാന്റെ സ്നാനം, അതുപോലെ ശിഷ്യന്മാർ യേശുവിനോട് കൂടെ നടത്തിയ സ്നാനമെല്ലാം മാറ്റപ്പെട്ടതിന് ശേഷമായി വിശ്വാസ തൃത്വ സ്നാനമാണ് ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും, അത് ക്രിസ്തു യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തിരുന്നിട്ടുകൂടി നിഴലായതെല്ലാം പൊരുളായി മാറി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പൊ ഇവിടെ എന്താണ് ഈ സ്നാനം എന്ന് പറയുമ്പോൾ, യേശു എന്തിനു സ്നാനപ്പെടുത്തി, യോഹന്നാൻ സ്നാനപ്പെടുത്തിയവരെ കൂടാതെ യേശു സ്നാനപ്പെടുത്തി എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, സ്നാനം എന്ന് പറയുമ്പോൾ ഒരു വേർതിരിവിനെ കാണിക്കുന്നത്. മോശയോട് കൂടെ ജനം മേഘത്തിൻ കീഴിലൂടെ ചെങ്കടലിൽ കൂടെ കടന്നു പോയപ്പോൾ സ്നാനത്തിന്റെ മുൻകുറി എന്ന് പറയുന്നത് മോശയോട് കൂടെ ജനം ചേർന്നു. അതിനെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്നാനത്തോടു കൂടി ഒരു ജനതയെ വേർതിരിച്ച് ആ ആളോട് ചേർത്ത് നിർത്തുന്നതിനെയാണ് സ്നാനം. അപ്പോൾ യോഹന്നാൻ വന്ന് മാനസാന്തരം പ്രസ്താവിച്ചപ്പോൾ യോഹന്നാനൂടെ അനേകർ ചേർന്ന് നിന്നു. എന്നാൽ യേശുക്രിസ്തു ശുശ്രൂഷ ഏറ്റു കഴിഞ്ഞപ്പോൾ യോഹന്നാന്റെ സ്നാനം, യോഹന്നാന്റെ ശുശ്രൂഷ തീർന്നു. അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരുമായി സ്നാനപ്പെടുത്തി, യേശു ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തുവാൻ അധികാരപ്പെടുത്തുകയും അപ്പോൾ യേശുവിനോട് ചേരണം എന്നുള്ള ഒരു നേടായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സ്ഥാപിതമായി. അതുവരെ യോഹന്നാനോട് ചേർന്നെങ്കിൽ യോഹന്നാന്റെ ശുശ്രൂഷ തീർന്നു കഴിഞ്ഞാൽ യേശുവിന്റെ ശിഷ്യന്മാരാണ് ഇനി അടുത്ത ദൈവിക പദ്ധതി പ്രകാരം ശുശ്രൂഷ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരുമായിട്ട് അവിടെ സ്നാനം നടത്തിക്കൊണ്ടിരുന്നത്. അത് വാസ്തവത്തിൽ കർത്താവിന്റെ ദൈവസഭ സ്ഥാപിക്കുന്ന വരെയുള്ള യേശുവിന്റെ ശിഷ്യഗണങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടിയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസ തൃത്വ ജലസ്നാനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള ജലസ്നാനം ദൈവസഭയ്ക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സ്നാനത്തിൽ നിന്നല്ല, യേശുക്രിസ്തു ശിഷ്യന്മാരുമായി ഈ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് നടത്തിയ സ്നാനത്തിൻ ആ മാതൃകയിലുമല്ല. കർത്താവ് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന വിശ്വാസസ്നാനമാണ് ദൈവസഭയ്ക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ മറ്റിൽ നിന്ന് വേർപിരിഞ്ഞ്, പഴയതിൽ നിന്ന് വേർപിരിഞ്ഞ് പുതിയതിലേക്ക് ചേരുന്നതിനെയാണ് സ്നാനം എന്നുള്ളത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ തർക്കമുണ്ടായതും വാദമുണ്ടാകുന്നത്. അതിന്റെ 24-ാം വാക്യം വന്ന് യോഹന്നാൻ തൊഴിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ചൊരു വാദമുണ്ടായി. അപ്പം അവിടെ വാദങ്ങളുണ്ടായി. ശുദ്ധീകരണത്തിന്റെ നിയമങ്ങളുണ്ടല്ലോ, അതല്ലേ ജലത്തിൽ സ്നാനപ്പെടുത്തിയല്ലോ ശുദ്ധീകരിക്കുന്നത് എന്നുള്ള തർക്കം അവിടെ ഉണ്ടായി. ഇപ്പൊ യേശു സ്നാനപ്പെടുത്തുന്നു, യേശു സ്നാനപ്പെടുന്നതിന്റെ അർത്ഥം യേശു അല്ല, യേശുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാർ സ്നാനപ്പെടുത്തും. അപ്പൊ യേശു അതിന് അനുവദിച്ചു കൊടുത്ത സ്നാനം യഹൂദന്മാർ നോക്കിയപ്പോൾ ഇങ്ങനെയൊരു സ്നാനം യോർദാൻ നദിയിൽ വന്ന് സ്നാനപ്പെടുന്നുള്ളതും പ്രമാണത്തിൽ പറഞ്ഞിട്ടില്ല. ഇതെന്തൊരു ഉപദേശമാണ് എന്നുള്ളത് അവർക്കൊരു തർക്കമുണ്ടായത് കൊണ്ടാണ് ഒരു യഹൂദൻ വന്ന് ഇത് സംബന്ധമായിട്ട് വാദമുണ്ടായത്, ശുദ്ധീകരണത്തിൽ ഒരു വാദമുണ്ടായത്. എന്തിനാ അങ്ങനെ സ്നാനപ്പെടുത്തുന്നത് ചോദിച്ചപ്പോൾ, സ്നാനം എന്നുള്ളത് വേർതിരിയാൻ വേണ്ടിയാണ് ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ യഹൂദനെ സംബന്ധിച്ച് ശുദ്ധീകരണം അങ്ങനെ അല്ലല്ലോ, അതിനുള്ള യാഗമല്ലേ എന്നുള്ളത് തർക്കമുണ്ടായപ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ സ്നാനപ്പെടുത്തുന്നു. അതൊരു പ്രത്യേകം ഒരു ഗ്രൂപ്പായി മാറുന്നു. യോഹന്നാൻ വേറിട്ട ഒരു ഗ്രൂപ്പായി അവനും സ്നാനം അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും ഉൾക്കൊള്ളാതെ
ഒരു കൂട്ടം ആൾക്കാർ യഹൂദ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയെന്ന് അവകാശപ്പെടുന്നതിന്റെ വേർപ്പെടുന്നത്. അങ്ങനെ 3 ഗ്രൂപ്പുകളാണ് നമുക്കന്ന് കർത്താവിന്റെ ആ പ്രാരംഭ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് ഇസ്രായേൽ എന്ന ദേശത്തെ കാണാൻ കഴിയുന്നത്. ഇതാണ് ഇവിടെ 3 ഗ്രൂപ്പിനെ നമ്മൾ കണ്ടത്. ഒന്ന് യേശുവിന്റെ കൂടെ ഒന്ന് ശിഷ്യന്മാർ സ്ഥാനപ്പെടുത്തി ഒരു കൂട്ടം ആൾക്കാരെ, വളരെ ആളുകൾ അവന്റെ അടുക്കൽ വരുന്നു എന്നുള്ളതുമാണ് നമുക്ക് ഇവിടെ തുറന്ന് അതിന്റെ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ യേശുവിന്റെ ശുശ്രൂഷയോടും യേശുവിന്റെ ശിഷ്യന്മാർ ചെയ്യുന്ന ശുശ്രൂഷയോടും യോഹന്നാന്റെ ശുശ്രൂഷയോടും എതിർപ്പായിരുന്നു അന്നത്തെ യഹൂദന്മാർക്ക്. അതുകൊണ്ടാണ് അവർ വന്ന് ശുദ്ധീകരണത്തെ കുറിച്ചൊരു വാദം ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാദം ഉണ്ടായപ്പോൾ അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ യോർദാൻ അക്കരെ നിന്നോട് കൂടി ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. യോഹന്നാന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞ് ഞങ്ങള് നോക്കിയപ്പോൾ തർക്കമുണ്ടാക്കുന്നു. നീ സ്നാനം കഴിപ്പിച്ചത് കൂടാതെ തന്നെ നീ സ്നാനം കഴിപ്പിച്ചവൻ ഇപ്പോഴാണ് ശിഷ്യന്മാരെ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. അപ്പൊ അതെങ്ങനെയാണ്? അതെന്താണ് അതിന്റെ കാരണം? മറ്റൊരു സ്നാനത്തിന്റെ വഴിയുണ്ടോ? അതേത് സ്നാനമാണ്? അതേത് വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നുള്ളൊരു വാദമുണ്ടായി. അതറിയാൻ വേണ്ടി യോഹന്നാന്റെ അടുക്കൽ അയച്ചപ്പോൾ യോഹന്നാന്റെ കാര്യം മനസ്സിലായി. യോഹന്നാൻ പറഞ്ഞു, അതിന് യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ചെയ്യിപ്പാൻ കഴിയില്ല. ഇതാണ് യേശുക്രിസ്തുവിന്റെ അധികാരം ചോദിച്ചു. ഇങ്ങനെ ചെയ്യാനൊക്കെ അധികാരം കർത്താവ് ചോദിച്ചു. ഞാൻ ഒരു ചോദ്യങ്ങളോട് ചോദിക്കാം, യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്കറിയില്ല. അപ്പൊ സ്വർഗത്തിൽ നിന്നുള്ള അധികാരമാണ് ദൈവം കൊടുത്തെങ്കിലേ അത് നിലനിൽക്കുകയുള്ളൂ. അതിന് മാത്രമേ ദൈവപ്രകാരമുള്ള ബാധ്യതയുള്ളൂ, ബാക്കിയുള്ളതൊന്നും നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പറഞ്ഞത് എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ചെയ്തതല്ല, എന്നോട് ആര് കൽപ്പിച്ചുവോ, അഥവാ ഇസ്രായേലിന്, ലോകത്തിന് യേശുവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞ് ദൈവം നിയോഗിച്ചയച്ച യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, എന്നെ അയച്ചത് അതിനു വേണ്ടിയായിരുന്നു. അപ്പം ഞാനത് സാക്ഷീകരിക്കാൻ വേണ്ടി വന്നു, അതോടുകൂടി സാക്ഷീകരിച്ചു. ഇതാണ് യഥാർത്ഥമായിട്ടുള്ളത്. ഇനി എന്റെ ശുശ്രൂഷയല്ല, ഞാൻ ക്രിസ്തുവല്ല, എനിക്ക് അവന് മുമ്പായി അയക്കപ്പെട്ടതത്രേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകും. പറഞ്ഞു, ഞാൻ ക്രിസ്തു ഞാനല്ല എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ പിന്നാലെ അല്ല നീ വരേണ്ടത്, എന്റെ പിന്നാലെ അല്ല, അത് അവന്റെ പിന്നാലെയാണ് എല്ലാവരും പോകേണ്ടത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ലഭിച്ച അധികാരമാണ്. അവന്റെ മേൽ അഭിഷേകം ഒന്ന് പരിശുദ്ധാത്മാവ് രൂപത്തിൽ ഇറങ്ങിയത് ഞാൻ കണ്ടതാണ്, ഞാൻ പ്രസ്താവിച്ചതാണ്. അവൻ സാക്ഷാൽ ദൈവത്തിനാണെന്ന് ക്രിസ്തുവാണെന്ന് പ്രസ്താവിച്ചവനാണ് എന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് അവൻ മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണും. എന്നിട്ട് പറയാണ്, നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികൾ. അതിന്റെ 29ാമത്തെ വാക്യം പറഞ്ഞാണ് യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം വാസ്തവത്തിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവൻ തന്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ചു, അവരോട് ഉത്ബോധിപ്പിക്കുകയാണ്. യേശുവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ക്രോഡീകരിച്ച് ചിന്തിച്ച്, അപ്പൊ യേശുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ എന്തെല്ലാമാണ് സാക്ഷീകരിച്ചതെന്നുള്ളത് ഇതോടുകൂടി നമുക്ക് അതിന്റെ ഒരു ഏകദേശ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇവിടെ പറയുകയാണ്, വലിയൊരു മർമ്മം യോഹന്നാനെ ദൈവമാത്മാ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു, അവൻ വളരണം, ഞാനോ കുറയണം എന്നുത്തരം പറഞ്ഞു. അർത്ഥം, മണവാളനും മണവാട്ടിയും ആത്മാവണവാളാണെന്ന ക്രിസ്തു ആണ്. അവന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാരമ്പര്യങ്ങൾക്കും ശുദ്ധീകരണ നിയമങ്ങൾക്കും എല്ലാം അതീതമായിട്ട് ഒരു മണവാട്ടിയെ ഉളവാക്കുവാൻ വേണ്ടിയാണ് മണവാളൻ വന്നിരിക്കുന്നത്. അഥവാ ഈ വലിയ മർമ്മം പറഞ്ഞുകൊണ്ടാണ് യേശുവിനെ യോഹന്നാൻ സ്നാപകൻ മുഴുവനായി സാക്ഷീകരിച്ചത്. പുതിയ നിയമത്തിന്റെ കാതലായ വിഷയത്തെ കുറിച്ചുള്ള ആ മർമ്മമേറിയ വിഷയം യോഹന്നാൻ സ്നാപകന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. പക്ഷെ അത് എന്താകുന്നു എന്ന് പറയുമ്പോൾ അതുവരെയും ഉണ്ടാകാതിരുന്ന നിസ്സാരത സന്ദേഹം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എന്നിട്ട് പറഞ്ഞു, അത് പഴയ നിയമത്തിന്റെ പ്രമാണമാണെങ്കിൽ പുതിയ നിയമത്തിന്റെ പ്രമാണം മണവാളന് മണവാട്ടി ഉണ്ട്
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം പുതിയ നിയമ വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് ആത്മമണവാളന ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വളരെ സന്തോഷദായകമാണ്. പറയാണ്, ഞാൻ ആ ശബ്ദം കേട്ടിട്ട് ഞാൻ സന്തോഷിക്കുന്നു. പ്രവാചകൻ, അവസാന പ്രവാചകൻ പറയുക, മണവാളനാകുന്ന ക്രിസ്തുവിന്റെ സ്വരം കേട്ടതിൽ ഞാൻ സന്തോഷിക്കുക. എന്റെ സന്തോഷം, അത് ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. അവന്റെ സ്വരം കേൾക്കാൻ വേണ്ടിയാണ് എന്നെ അയച്ചത്. ആ സ്വരം കേട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇനി അവനും അവന്റെ സഭയുമാണ് പ്രാധാന്യതയുള്ളത്. അതുകൊണ്ട് ഞാൻ പ്രതിദാനം ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിന്നിരുന്ന പ്രമാണമെല്ലാം കുറഞ്ഞു പോകും. എന്നാൽ ക്രിസ്തു മുഖാന്തരം ഉളവാകുന്ന ദൈവസഭ, പുതിയ നിയമം, അത് വളർന്ന് പന്തലിക്കും. അതൊരു ദേശത്തൊതുങ്ങത്തില്ല, അത് സർവ്വലോകത്തിൽ വ്യാപരിക്കും എന്ന അർത്ഥത്തിലാണ് യോഹന്നാൻ പറഞ്ഞത്, അവൻ വളരണം, ഞാനോ കുറയുകയാണെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇതിനർത്ഥം യോഹന്നാൻ കുറഞ്ഞു പോകണമെന്നല്ല എന്റെ അർത്ഥം. യോഹന്നാൻ ശുശ്രൂഷിച്ച അവന്റെ ശുശ്രൂഷകൾ എല്ലാം നോക്കുമ്പോൾ അത് എല്ലാം ഈ മണവാളനും മണവാട്ടിയുമാകുന്ന പുതിയ നിയമസഭയെ കുറിച്ച് നോക്കുമ്പോൾ ആ ശുശ്രൂഷ എല്ലാം ചെറുതായി പോകും. ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള സുവിശേഷവും ദൈവസഭയുമായിരിക്കും വളർച്ച പ്രാപിക്കുന്നത് എന്നാണ് പഴയ നിയമത്തിന്റെ പ്രവാചകൻ അവസാനമായി യിസ്രായേൽ ജനതയോട് സംശയം ചോദിച്ചവരോട് ഉത്തരമായി പറഞ്ഞത്. ഇതിൽ നിന്ന് യേശുവിനെ വെളിപ്പെടുത്തേണ്ടത് എല്ലാ കാര്യങ്ങളും യോഹന്നാൻ ശ്രാവകൻ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തി എന്നുള്ളത് കൂടി നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലായി. എന്താണ് യേശുവിനെ, ഏതെല്ലാം കാര്യങ്ങളായിട്ടാണ്, ആരൊക്കെയായിട്ടാണ്, അല്ലെങ്കിൽ യേശുവിനെ ഏതൊക്കെ വിധത്തിലാണ് പഴയനിമ ശുശ്രൂഷകനായിരിക്കുന്ന, അല്ലെങ്കിൽ പഴയനിമത്തെ അവസാന പ്രവാചകൻ വെളിപ്പെടുത്തിയത് എന്നുള്ളത് നമ്മളൊന്ന് വേഗത്തിൽ ഒന്ന് ചിന്തിക്കും. നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചതിന്റെ പൂർത്തീകരണമാണത്. യേശുവിനെ കുറിച്ച് സാക്ഷീകരിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ വേഗത്തിൽ 7 കാര്യങ്ങൾ വേഗത്തിൽ പറയാം. ആ കാര്യങ്ങളാണ് യോഹന്നാൻ ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അവൻ എന്താണോ വെളിപ്പെടുത്തേണ്ടിയിരുന്ന വലിയ മർമ്മം, അത് വെളിപ്പെടുത്തി. മണവാളനും മണവാട്ടിയും അഥവാ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്തിയാണ് പഴയ നിയമ പ്രവാചകൻ തന്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പൂർത്തീകരിച്ചത്. നമുക്കറിയാം, ഒന്നാമത് യോഹന്നാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 1-29 1-ാം 36-ാം വാക്യത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. നമ്മളെ കുറിച്ച് ചിന്തിച്ചിരുന്നു. ഒന്ന്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അത് അസ്വസ്ഥന് വേണ്ടി മരുഭൂമിയിൽ അയക്കപ്പെടുന്ന പാപത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന കോലാട്ടുകൊറ്റനെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്ന 2 കോലാട്ടുകൊറ്റന്മാരെ മാറ്റി നിർത്തുന്നതിൽ ഒന്നിനെ പാപം ചുമന്ന് മരുഭൂമിയിൽ വിടുന്നതും, രണ്ടാമത്തെ കോലാട്ടുകൊറ്റനെ അത് ഇസ്രായേലിന്റെ പാപത്തിന് വേണ്ടി യാഗമാറ്റിരുന്ന ആളാണ്. ലോകത്തിന്റെ പാപത്തിന് വേണ്ടി രക്ഷകനായി തീർന്ന കറക്കപ്പെട്ട കുഞ്ഞാട്. അതാണ് 1-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ യേശുവിനെ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തി. 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. 1-ാം അധ്യായം 28-ാം വാക്യത്തില് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെടാം. അപ്പൊ ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പ്. അപ്പൊ അവിടെ വായിക്കുമ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിനെ ക്രിസ്തുവാണ് നേരിട്ട് അങ്ങനെ ഒറ്റ സെന്റൻസ് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെടുകയാണ് അത്രേ. അത് ശരിക്ക് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഞാൻ ക്രിസ്തു അല്ല, ക്രിസ്തുവിന് മുമ്പായി അയക്കപ്പെടുവാൻ അത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷി. അപ്പോൾ യേശു ക്രിസ്തുവാകുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ അവൻ നടത്താൻ കഴിയാത്തത്. അതിന്റെ 4-ാമത് അവൻ വെളിപ്പെടുത്തത് പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നതെന്ന് മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നവൻ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യത്തില് പരിശുദ്ധാത്മാവിലും സ്നാനം കഴിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. പുതിയ നിയമസഭയുടെ ബന്ധത്തിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവ മുൻമൊഴിയാകുന്ന പരിശുദ്ധാത്മാവിനെ നൽകുന്നവനാണ് ക്രിസ്തു എന്നാണ്. എന്നാൽ മത്തായി സുവിശേഷത്തില് കർത്താവ് അതിനെ കുറിച്ച് യോഹന്നാൻ സ്നാനം പറഞ്ഞപ്പോൾ സഭയെക്കുറിച്ചും
യഹൂദന്മാരുടെ മേൽ പകരപ്പെടേണ്ടതായിരിക്കുന്ന പിന്മഴയെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടിൽ സംസാരിച്ചു. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നത്. അപ്പൊ സഭയുള്ള കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവ് സ്നാനം മാത്രമേ ഉള്ളൂ. എന്നാൽ യഹൂദന്മാരിൽ നിന്നാണ് സഭയിലേക്ക് ആദ്യം വന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം യഹൂദനുണ്ട്. അതുപോലെ തന്നെ ഒറ്റമാകുന്ന നിശ്ചിതഗണത്തെ വേർതിരിക്കുന്ന അഗ്നിസ്നാനവും യഹൂദന്മേലുണ്ട്. അതായത് സുവിശേഷമാണ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലും തീയിനാലും സ്നാനം കഴിപ്പിക്കുന്നത്. എന്നാൽ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാണ്. ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങള്, തിരുവചന ഭാഗങ്ങളെ അതിന്റെ അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് കാര്യഗൗരവമായിരിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ മിക്സഡായിട്ട് പോകും. എല്ലാവരും ആകെ പരിശുദ്ധാത്മാവിലും സ്നാനം കഴിപ്പിക്കൊണ്ട് നമുക്ക് കൊണ്ടെന്നൊക്കെ പഠിക്കും. അപ്പൊ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുക എന്ന് പറഞ്ഞത് ഒരു ഭാഗം യഹൂദനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. അവർക്കാണ് ആദ്യം പരിശുദ്ധാത്മാവ് സ്നാനം ലഭിച്ചത്, സഭയുടെ അംഗമായി തീർന്നവരാണ്. അതുപോലെ തന്നെ ഈ ഇസ്രായേൽ ഗോത്രങ്ങളോടുള്ള ബന്ധത്തിൽ അഗ്നിസ്നാനം അവർക്കുള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചാണ് രണ്ടുമുള്ളത്. എന്നാൽ ദൈവസഭയെ സംബന്ധിച്ച് നമുക്കുള്ളത്, നമ്മുടെ പകരപ്പെടുന്നത് കുഞ്ഞാടിൽ ആവർത്തിച്ച അഭിഷേകമാകുന്ന പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. അജാഗപ്പെടുത്തിക്കൊണ്ടുള്ള അഭിഷേകത്തിന് വേണ്ടി ദൈവമക്കൾ കാത്തിരിക്കരുത്. അഭിഷേകത്തിന് വേണ്ടി ആരും പ്രാർത്ഥിക്കരുത്. അതിനുവേണ്ടി ആരും കാത്തിരിക്കുകയോ അത് സ്വീകരിക്കാൻ വേണ്ടിയോ ഇരിക്കരുത്. ദുരുപദേശമാണെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ തൃത്വമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് അതീതമായിട്ട് മറ്റൊരാത്മാവിനെ എനിക്ക് വേണ്ട, ദൈവസഭയ്ക്ക് വേണ്ട എന്നാണ് ഇവിടെ അസന്നിഗ്ധമായി പറഞ്ഞത്. ഇനി മറ്റാരെങ്കിലും പാടുകയോ പഠിപ്പിക്കുകയോ അത് ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടുകയോ തലകുത്തി മറിയുകയോ അത്ഭുതം നടക്കുക അതിശയം നടക്കുകയോ ചെയ്ത് അവർ ചെയ്തോട്ടെ. അതേക്കുറിച്ചൊന്നും എവർക്കോ നമ്മളതേക്കുറിച്ച് അത് അവരുടെ രീതിയിൽ പൊയ്ക്കോട്ടെ. പക്ഷേ വചനസത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിൽ പകർന്നിരുന്ന അഭിഷേകമാകുന്ന ആ തൃത്വ ദൈവമാകുന്ന ആളത്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് അതീതമായിട്ട് നീ ഒരു അന്തികാല അഭിഷേകമായിട്ട് ഒന്നും തരാനില്ല. ദൈവം തരാനുള്ളതെല്ലാം എന്റെ പുത്രനെ തന്നു, തന്റെ ആത്മാവിനെ നമുക്ക് തന്നു. അതിന് മീതെ ഒന്നും തരാനില്ല. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയെ അതികൂരമായിരിക്കുന്ന പീഡന കാലങ്ങളിൽ റോമൻ സാമ്രാജ്യത്തിന്റെ യഹൂദന്മാരുടെയും പീഡന സമയങ്ങളിൽ അവരെ ഒരുക്കിയെടുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ സ്നാനം കൊണ്ടാണ് അവർക്കതിനെ സാധിച്ചതെങ്കിൽ ഈ സമയത്തും ആ ആത്മാവ് മതിയായതാണ്. അതിന് മീതെ ഒരു അഭിഷേകം ആവശ്യമില്ല എന്നുള്ളത് ഇന്ന് രാത്രി ഒന്നുകൂടി ഇതിനോട് ബന്ധപ്പെട്ട് അടിവരയിട്ട് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നാം ഇത് അറിഞ്ഞിരിക്കേണ്ട സത്യമായതുകൊണ്ടാണെന്ന് പ്രത്യേകം ഞാൻ ഒന്നുകൂടി ഞങ്ങളെ ഓർപ്പിക്കുന്നു. അതേക്കുറിച്ച് നമ്മൾ പിൻവഴുന്ന പുസ്തകത്തെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനത് വീണ്ടും ആവശ്യം നമ്മൾ എത്ര പ്രാവശ്യം പഠിപ്പിച്ചാലും നമ്മുടെ പലർക്കും പിന്നെയും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർ പിന്നെയും പറയും പിന്മഴ ഞങ്ങളുടെ മേൽ പകരണം ഞാൻ പ്രാർത്ഥിക്കും. നമ്മൾ ബൈബിൾ ക്ലാസ്സൊക്കെ എടുത്ത ശേഷം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവർ പിന്നെയും പറയും പിന്മഴയുടെ അഭിഷേകം തവണമെന്നൊക്കെ പറയാം. അന്ത്യകാല അഭിഷേകമാണെന്ന് പിന്മഴ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് എത്ര പ്രാവശ്യം കേട്ടാലും ഇതൊന്നും മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളെ ഈ എടുത്തു മാറ്റത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവര്, സത്യവചനം കേൾക്കുമ്പോൾ പഴയതെല്ലാം അയച്ചതാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചിന്താഗതികളെ മാറ്റുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് നിങ്ങൾ വസ്തുപരമായി ചിന്തിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ മുറുകെ പിടിക്കണം. ദൈവജനത്തെ നമ്മൾ കേൾക്കുക മാത്രമല്ല, സത്യമാണെങ്കിൽ അതിനെ മുറുകെ പിടിക്കണം. ഇനി സത്യമല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്തിട്ടേ മുറുകെ പിടിക്കാവൂ. ആര് പറഞ്ഞതുകൊണ്ടോ ഒന്നും വചനത്തെ നമ്മൾ എടുക്കരുത്. വചനം സത്യമാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മുറുകെ പിടിക്കണം. പിന്നെ എന്തെല്ലാം വന്നാലും ഏതൊരു വശം വന്നാലും ആരാം തലവത്തി പറഞ്ഞാലും അതിനെ വിട്ടുമാറാനും പാടില്ല. അതാണ് ഈ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം. അതിന്റെ ഉദ്ദേശം അതാണ്. ദൈവജനം പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. ആര് പഠിപ്പിച്ചാലും അങ്ങനെ തന്നെയാണോ എന്ന് ശോധന ചെയ്യണം. അതറിഞ്ഞിട്ട് സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വചന സത്യത്തെ മുറുകെ പിടിക്കണം. പിന്നീട് സംശയം വരാൻ പാടില്ല, പോകാൻ പാടില്ല. അത് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ദൈവത്തിന്റെ സഭയുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് അന്ത്യകാല അഭിഷേകം തന്നെയാണ്. അന്ത്യകാലം എന്നുള്ളത് അറിയാൻ വയ്യാത്തകൊണ്ട് വന്ന തെറ്റായ ഒരു ചിന്താഗതിയാണ്. അന്ത്യകാലം യേശുക്രിസ്തുവിന്റെ 1-ാം വരവെങ്കിൽ ആരംഭിച്ച് 2-ാമത്തെ വരവിന്റെ അവസാനത്തിൽ അവസാനിക്കുന്നതാണ് അന്ത്യകാലം. അന്ത്യകാലത്തിൽ തന്നെയാണ് 2 അഭിഷേകവും വരുന്നത്. അന്ത്യകാലത്തിന് ആരംഭത്തെങ്കിൽ മുൻമഴയാകുന്ന പരിശുദ്ധാത്മാഭിഷേകം ദൈവസഭയുള്ള ബന്ധത്തിൽ വെളിപ്പെടുകയും അത് ദൈവസഭയുടെ അംഗങ്ങളെ കർത്താവ് നിരകളിൽ വേർതിരിച്ച് മാറ്റുകയും, എന്നാൽ യഹൂദനാകുന്ന ആ ഭൂമിയുടെ ഇസ്രായേലാകുന്ന ഭൂമിയുടെ കൊയ്ത്തിന് മുമ്പായി, അതായത് 2-ാമത്തതിന് മുമ്പായി
മുമ്പായി നടക്കുന്ന ആദിഫല ശേഖരത്തിൽ ഭൂമിയുടെ ആദിഫലമായിട്ട് ഇസ്രായേൽ വേർതിരിക്കുവാൻ വേണ്ടി അവരിൽ പകരുന്നതാണ് പിന്മഴയാകുന്ന അഗ്നിസ്നാനം. അത് യാഗപീഠത്തിലെ തീയുള്ള അഭിഷേകമാണ്. അത് ദൈവസഭയുടെ മേൽ പകരുന്ന അല്ല, അത് അന്ത്യകാലത്തിന്റെ അവസാന സമയത്ത് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് അന്ത്യകാലത്തിന്റെ അവസാന സമയത്ത് ദൈവസഭ എടുക്കപ്പെട്ട ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ സഭ ഒരുക്കപ്പെട്ട് ഇവിടുന്ന് ദൈവസഭയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ദൈവസഭയുടെ പരിശുദ്ധാത്മാഭിഷേകം ദൈവസഭ മണവാട്ടി സഭയുടെ മേൽ പകരപ്പെടും എന്ന് പറയുന്നതിന്റെ അകത്തെ മോക്ഷത്വം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതിനകത്ത് മറിഞ്ഞു നിൽക്കുന്ന ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് ദൈവസഭ ഒരുക്കപ്പെട്ട ശേഷമായി പിന്നെ എങ്ങനെയാണ് തീ കൊണ്ടുള്ള അഭിഷേകം വരുന്നത്? പരിശുദ്ധാഭിഷേകത്തിന് കഴിവില്ലയോ നമ്മളെ ഒരുക്കിയെടുക്കാൻ കൊണ്ടുപോകാനായിട്ട്? പരിശുദ്ധന്മാരെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. അവൻ മണവാട്ടിയെ ഒരുക്കിയെടുത്ത് മണവാളന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ഭൂമിയെ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനതീതമായിട്ട് മറ്റൊരു അഭിഷേകം ആവശ്യകതയില്ല എന്നുള്ളത് ഒന്നുകൂടി ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് വേർതിരിഞ്ഞ ആർക്കെങ്കിലും സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കാവുന്നതാണ് എന്ന് വിനീതമായിട്ട് എല്ലാവരോടും അറിയിക്കുകയും ചെയ്യുന്നു. ഓക്കെ, തുടർന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ കയ്യിൽ വീശുമുറൻ കയ്യിലുള്ളവനാണ്. മത്തായി സുവിശേഷം 3:29 വീശുമുറൻ കയ്യിലുള്ളവൻ. രണ്ടാമത്തെ വരവെങ്കിൽ അവൻ കൊയ്ത്ത് കഴിഞ്ഞ ശേഷമായി ഇടത്ത് മലത്ത് നിൽക്കുന്നവരെ വീശി വേർതിരിച്ച് അന്ന് വേർതിരിക്കപ്പെടുന്നവരെ നിത്യം നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നതാണ് വീശുമുറൻ കയ്യിലുള്ളത്. മത്തായി സുവിശേഷം 3:29. ഏഴാമത്തെ അതിന്റെ ഒന്നുകൂടെ ദൈവത്തിൽ നിന്ന് വെളിപ്പെടുത്തി 3:28 വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 3:28 വെളിപ്പെടുത്തുകയാണ്. ആറാമത്തെ കാര്യം അത് ദൈവപുത്രൻ യേശുക്രിസ്തുവാണ് വെളിപ്പെടുത്തി. 3:28 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ജീവിതത്തിന് സാക്ഷിയുള്ളവർ മണവാട്ടിയുള്ള മണവാളാണ്, ദൈവപുത്രനെന്ന് ഞാൻ സാക്ഷീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ 3-ാം അധ്യായത്തില് പറഞ്ഞിട്ടുണ്ട്. 3-ാം അധ്യായത്തില് 20 യേശുക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഉണ്ട്. അത് 3-ാം അധ്യായം അതിന്റെ ദൈവത്തിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങൾ അതിന്റെ സാക്ഷികളുമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെ യേശുവിനെ ദൈവപുത്രൻ എന്ന് സാക്ഷീകരിച്ചു. ദൈവത്തിന് എന്ന അവൻ സാക്ഷാൽ ദൈവത്തെ സ്നാനം കഴിപ്പിക്കുന്നവനോട് അവരുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം വരുമോ, അവൻ അവൻ ദൈവത്തിനാകുന്നുവെന്ന് എന്നുള്ളത് അവൻ വെളിപ്പെടുത്തി. അപ്പോൾ യേശുവിനെ ദൈവത്തിനെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തിയിരുന്നു. ഞാൻ റെഫറൻസ് ഞാനത് പിന്നീട് എടുത്തുതരാം. അത് എനിക്കത് കറക്റ്റായിട്ട് ഇപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ യേശുവിൻ ദൈവത്തിനെന്ന് വെളിപ്പെടുത്തി. പിന്നെ ഏറ്റവും മർമ്മമായിരിക്കുന്ന വെളിപ്പെടുത്തപ്പെടുത്തി മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു എന്നുള്ളതാണ്. 3-ാം അധ്യായം 29 വാക്യം. 1-ാം അധ്യായം 20 എല്ലാവരും മുമ്പായിമുട്ടണത്രേ എന്നവൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുകയും എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു, അവൻ വളരണം, ഞാനോ കുറയണം എന്ന് അവൻ അരുളി ചെയ്തു. അപ്പോൾ യോഹന്നാൻ സാക്ഷീകരിച്ചത് യേശുവിന് 7 വ്യത്യസ്ത നിലവാരങ്ങളിൽ യേശു ആരാണെന്നുള്ളത് പഴയ നിയമത്തിന്റെ പ്രവാചകൻ വെളിപ്പെടുത്തോടെ എത്തുന്നു. ഒന്നുകൂടി ഞാനത് പറയാം. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ക്രിസ്തു, പരിശുദ്ധാത്മാവിലും തീരെ സ്നാനം കഴിപ്പിക്കുന്നവൻ, ദൈവപുത്രൻ, വീശുമുറൻ കയ്യിലുള്ളവൻ, മണവാട്ടിയുള്ള മണവാളൻ. ഇങ്ങനെ 7 വ്യത്യസ്ത നിലവാരങ്ങളിൽ യേശു ആരാകുന്നു എന്നുള്ളതാണ് യോഹന്നാൻ വെളിപ്പെടുത്തിയത്. അതോടുകൂടി യോഹന്നാന്റെ സാക്ഷീകരണം, ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിച്ചത് പൂർത്തീകരിക്കപ്പെടുവാനും ഇടയാത്തീർന്നു എന്നാണ് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇന്ന് വ്യക്തമാക്കപ്പെടുന്നത്. അതിന്റെ 31 മുതലുള്ള വാക്യം, ഞാൻ മണവാട്ടിയുള്ള മണവാളനാകുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് അപ്പോൾ മർമ്മമേറിയ വിഷയം, അപ്പം യേശു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി വന്ന്
യാഗമായിട്ടൊന്ന് പുതിയ നിയമം സ്ഥാപിച്ചത് മണവാട്ടിയെ ഉളവാക്കാൻ വേണ്ടിയാകുന്നു. മണവാട്ടി ഉളവാകുവാൻ വേണ്ടിയാണ് ദൈവത്തിനായിരിക്കുന്ന ക്രിസ്തു വചനമായി ജഡമായി തീർന്ന് കൃപയും സത്യം നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർത്ത് സാക്ഷാത് ദൈവത്തിനായവൻ ജീവൻ തന്ന തന്റെ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്ന തീർന്നു അവരോട് ചേരുന്ന മണവാട്ടിയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി യേശു വന്നു. അവിടെ പറയാണ്, പഴയ നിയമം അസ്തമിക്കാൻ പോകുകയാണ്, പുതിയൊരു യുഗം ആരംഭിക്കാൻ പോകുക. പഴയ നിയമത്തിന്റെ യാഗങ്ങളും പഴയ നിയമത്തിന്റെ നിബന്ധനകളും പാരമ്പര്യങ്ങളും എല്ലാം തീരുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അവനോട് ചേരുവാനുള്ള മണവാട്ടിയെ ചേർക്കുവാൻ വേണ്ടി അവൻ യാഗമായി തീരുന്നു. അതിനുവേണ്ടിയാണ് യേശു വന്നത്. മണവാട്ടി സഭ ഉളവാകപ്പെടും, പുതിയ നിയമസഭ ഉളവാകപ്പെടും എന്നുള്ള സാക്ഷ്യം പ്രസ്താവിച്ചുകൊണ്ടാണ് യോഹന്നാൻ തന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിപ്പാൻ ഇടയാക്കുന്നത്. നമ്മുടെ സാക്ഷ്യം അത് പറയും, ഞാൻ എന്റെ സാക്ഷ്യങ്ങൾ വിരമിക്കുന്നു പറയുന്നു. യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞു തുടങ്ങി, വിരമിച്ചത് അല്ലെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ ലോകത്തിന്റെ പാപത്തെ ചുമക്ക് ദൈവത്തെ കുഞ്ഞാടെന്ന് പറഞ്ഞു തുടങ്ങി യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞത് ഞാൻ സക്രിയാവിന്റെയും എലിസബത്തിന്റെയും വാർദ്ധക്യത്തുണ്ടായ മകനാണെന്ന് പറഞ്ഞല്ലോ തുടങ്ങിയത്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. നമ്മളൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയുള്ളൂ, ഇതിനടുത്ത് ഞാളുടെ മകനാണ് നമ്മുടെ സാക്ഷാത്. എന്നാൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ ഉയർത്തി വെച്ചത് നിറച്ച യോഹന്നാൻ സാക്ഷീകരിച്ചത് ഇന്നടത്ത് ഇന്നയാളുടെ മകനെന്നോ ഞാൻ വയസ്സായ സമയത്തുണ്ടായതെന്നോ അല്ല പ്രസ്താവിക്കും. നമ്മുടെ സാക്ഷികളൊക്കെ ഞാൻ പ്രസ്താവിക്കുമ്പോൾ സ്വർഗത്തിന്റെ സാക്ഷ്യം ഇതായിരുന്നു, ദൈവത്തെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. നമ്മളങ്ങനെ സാക്ഷ്യം പറയുന്നല്ലേ ഞാൻ പറഞ്ഞത്. ഓരോ സാക്ഷ്യത്തിനും അതിൻ്റെതായ ഉദ്ദേശമുണ്ട്. അപ്പോൾ ആരംഭമിട്ട സാക്ഷ്യം അവസാനിപ്പിക്കുന്നത് അത് അതിന്റെ കാതലായ മർമ്മത്തിലാണ് അവസാനിപ്പിക്കുന്നത്. തുടക്കമിടുന്നത് ലോകത്തിന്റെ പാപത്തെ ചുമ ദൈവകുഞ്ഞായിട്ട് വന്നിട്ട് യേശുവിനെ മണവാളനായിട്ട് വെളിപ്പെടുത്തി എത്ര ശ്രേഷ്ഠകരമായ രീതിയിലാ ഈ സുവിശേഷം ദൈവം രചിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്. ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധമാവ് എല്ലാം കൂട്ടിച്ചേർത്തിരിക്കുന്നു, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് ഇതെല്ലാം കൂട്ടിച്ചേർക്കുന്നത്. ഈ ദൈവനെ വായിക്കുമ്പോൾ നമുക്ക് ഉറപ്പുണ്ട് ഇതിനകത്തൊന്നും തെറ്റ് കാണത്തില്ല. പക്ഷെ ഇവിടെ ഇല്ലാത്തത് മറ്റെവിടെയെങ്കിലും ഉണ്ട്, നമുക്കത് മനസ്സിലാകത്തുണ്ട്. അതുകൊണ്ട് ദൈവത്തിനും അന്വേഷിച്ച് വായിച്ച് കണ്ടെത്തണം. നമുക്ക് ഈ ദൈവത്തെ ഒന്നും കാണാതിരിക്കുകയില്ല. അന്വേഷിച്ച് വായിച്ചാൽ കണ്ടെത്താനുള്ളതേ ഉള്ളൂ. എവിടെയെങ്കിലും ഇത് നമുക്കൊരു പക്ഷെ പൂർണ്ണത കാണുന്നില്ലെങ്കിൽ അത് കാണണമെങ്കിൽ ദൈവനും അന്വേഷിച്ച് വായിച്ച് കണ്ടെത്തിയാൽ അതിന്റെ പൂർണ്ണത കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവന പഠനം നമുക്ക് ആവശ്യമാണ്. അത് പഠിക്കും തോറും നമ്മുടെ സന്തോഷം വർദ്ധിച്ചു വരികയും ദൈവത്തിന്റെ ആധികാരികത മനസ്സിലാകുമ്പോൾ ദൈവത്തിന് മഹത്വം കരയേറ്റുകയും ചെയ്യണമെന്നും ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ് എന്തെങ്കിലും കുറെ സാക്ഷികൾ പറഞ്ഞു പോവുകയല്ല ചെയ്തത്. ആത്മപ്രേരിതനായി സ്വർഗം അവനെ അയച്ച ശുശ്രൂഷകൾ നടപടിയായി ചെയ്ത് ഓരോ സന്ദർഭങ്ങളിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവസാനമായിട്ട് പറഞ്ഞു, അവൻ മണവാളനാണ്, ഞാൻ സ്നേഹിതനാണ്, അവന്റെ ശബ്ദം കേട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സ്നേഹിതനായിരിക്കുന്ന ആ യോഹന്നാന് അത്രമാത്രം അത്യന്തം സന്തോഷിച്ചെങ്കിൽ അവന്റെ മണവാട്ടിയായി തീർന്നിരിക്കുന്ന നമ്മുടെ സന്തോഷം എത്ര 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 വലുതായിരിക്കണം. പക്ഷെ ദൈവസഭയെ നോക്കി കഴിഞ്ഞാൽ ആർക്ക് സന്തോഷം? ഞാനിപ്പോൾ നമുക്ക് എല്ലാവർക്കും പല വിഷയങ്ങളെ കുറിച്ചുള്ള ദുഃഖവും നിരാശയും ഒക്കെയാണ്. മുകളിലോട്ട് നോക്കി രാത്രി പറയണം. യോഹന്നാൻ മനസ്സിലായി ഇതൊക്കെ അവനും പിന്നെ ഭൗമികതയിലേക്ക് പിന്നീട് മാറിക്കും. നമുക്കും ഈ ദിവസങ്ങളിൽ സന്തോഷിക്കേണ്ടത്, കർത്താവിൽ സന്തോഷിച്ചാൽ വിടുതലുണ്ടാകും. നാം ആരാകുന്നു എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ അതെ ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്, അഭിഷേകമുള്ളതാണ്, ഞാൻ അവന്റെ മണവാട്ടി അവനോട് ചേരാനുള്ളതാണ് എന്നുള്ള പ്രത്യാശ നമ്മൾ നിറയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നിരാശകളുടെ ബന്ധം കഴിഞ്ഞു മാറും, രോഗങ്ങൾ കഴിഞ്ഞു മാറും. അതുകൊണ്ട് രാത്രി പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. അത് നമ്മൾ ആരാകും. ഇപ്പം യോഹന്നാൻ സ്നാപകൻ പറയുക, യേശു ശബ്ദം കേട്ടതിൽ ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്ന മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട്
അത്യന്തം സന്തോഷിക്കും. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായവൻ ആത്മമണവാളനായി സ്വർഗാസ്വർഗത്തിൽ വിവാഹം കഴിക്കും. അവനൊരു മണവാട്ടി ഉളവാക്കിയെടുക്കാൻ വേണ്ടിയാണ് വന്നത്. ആ മണവാളന്റെ ശബ്ദം കേട്ടിട്ട് പഴയ നിയമ പ്രവാചകൻ അത്യന്തം സന്തോഷിച്ചെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അവന്റെ മണവാട്ടിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ദൈവസഭയുടെ സന്തോഷം എത്ര മാത്രം ഉണ്ടായിരിക്കണം. രാത്രിയിൽ എല്ലാ നിരാശകളും മാറ്റിവെച്ച് നാം സന്തോഷിക്കുന്ന കർത്താവേ, നീ എന്നെ തിരഞ്ഞെടുത്തത്, അല്ലെ ഞാൻ ഈ കക്ഷത്തിലൂടെ കടന്നുപോയത്, വേദനയിലൂടെ കടന്നുപോയത് മറ്റൊന്നിനുമല്ല, നിന്റെ തെരഞ്ഞെടുപ്പ് എന്റെ മേലുണ്ട്, അങ്ങോട്ട് ചേരുവാൻ വേണ്ടി മണവാട്ടിയായി തീരാൻ വേണ്ടിയ. അതുകൊണ്ട് ഭാരങ്ങൾ, വേദനകൾ, നിരാശകൾ, ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തിലേക്ക് നോക്കി നമ്മുടെ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ ജീവിതത്തിന് വിടുതലായി, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി തീരുവാനും നിരാശകൾ മാറുവാൻ ഇടയായിത്തീരുമെന്നുള്ള സന്ദേശം കൂടി ഇവിടെ ഞാൻ ഈ സന്ദർഭത്തിൽ കൈമാറും. തുടർന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികൻ ആകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ള അതിന് മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നവൻ. എന്നാൽ പിതാപുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനിൽ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഇവിടെ പൊതുവായിട്ടുള്ള സന്ദേശം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുക. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയാണ്. നമ്മുടെ കർത്താവ് മീതെ എന്നുള്ളതാണ്. പലരും വിചാരിക്കുന്നത് മരിച്ചവരാരും അന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പലരും അതുകൊണ്ട് അങ്ങനെ ഒരു ജീവിതമുണ്ടോ എന്നൊക്കെയുള്ള സംശയമുള്ളൂ. പക്ഷെ എന്നാൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിനേറ്റ് വീണ്ടും വന്ന യേശു മരണാനന്തര ജീവിതത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മിഥ്യയെ പിന്തുടരുന്നവരല്ല, കഥകളെ പിന്തുടരുന്നവരല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളുടെ സമൂഹത്തിൽപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഇതിനെ കുറിച്ച് വാർദ്ധക്യത്തിലൂടെ സന്തോഷിച്ചാലൊക്കെ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വേണം, സന്തോഷം വേണം, ദൈവരാജ്യത്തിന് സന്തോഷം നമുക്ക് ഉണ്ടാകണം. പക്ഷേ മരണാനന്തര ജീവിതം ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു സന്തോഷമല്ല നമുക്ക് വേണ്ടത്. ഈ ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മള് സുഖിച്ചു പൊളിച്ച് ജീവിച്ച് പോയേക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്കല്ല വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മെ ഈ ലോകത്തിൽ സന്തോഷമുള്ളവരാക്കി ജീവിപ്പിച്ച് പാപം ചെയ്യാതെ സന്തോഷമുള്ളവരാക്കി സമാധാനത്തോടെ കിടന്നുറങ്ങി വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട് നിത്യതയ്ക്ക് ഒരുക്കപ്പെടുന്നതാണ് യഥാർത്ഥമായ ജീവിതത്തിന്റെ ഉദ്ദേശം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഉപദേശം. എന്ന് പറയുകയാണ്, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭാമികനാകുന്നു. അപ്പം യോഹന്നാൻ ഭൂമിയിൽ നിന്നുള്ളവനാണ്, യേശുവിന്റെ അമ്മ ഭൂമിയിൽ നിന്നുള്ളതാണ്, പത്രോസ് ഭൂമിയിൽ നിന്നുള്ളതാണ്, പൗലോസ് ഭൂമിയിൽ നിന്നുള്ളവരാണ്. ഇവരൊക്കെ ഭൂമിയിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ മേലിൽ നിന്നൊരുവൻ മാത്രമേ താണലോകത്തിലേക്ക് വന്നുള്ളൂ. അവൻ യേശുവാണ്. അവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. അവൻ മുഖാന്തരമാണ് സകലതും ഉളവാക്കപ്പെടുവാനിടയാക്കുന്നത്. ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഇതുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. കർത്താവ് സാക്ഷീകരിച്ചത് മുഴുവൻ. യേശുക്രിസ്തു വന്നത് സ്വർഗത്തിലുള്ളത് പറയാൻ വേണ്ടിയാണ് വന്നത്, ഭൂമിയിലുള്ളത് പറയാൻ വേണ്ടിയല്ല. ഭൂമിയിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരുപാട് എഴുത്തുകാരുണ്ട്, നിരവധി തത്വജ്ഞാനികളുണ്ട്. അവരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒരുപാട് ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അത് തത്വജ്ഞാനികളും അല്ലെങ്കിൽ ചില ദർശനങ്ങളോ വെളിപ്പാടുകളോ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ യേശുക്രിസ്തു അങ്ങനെ ദർശനം കണ്ട് എഴുതിയതല്ല, യേശുക്രിസ്തു എഴുതിയതല്ല. അത് സാക്ഷാൽ സ്വർഗത്തിലുള്ളത് എന്താണെന്ന് കണ്ടിട്ട് ഇവിടെ വന്ന് പ്രസ്താവിച്ച് സ്വർഗത്തിന് എന്തെല്ലാം നടക്കാൻ പോകുന്നുള്ളത് വെളിപ്പെടുത്തിയത് മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചും യേശുക്രിസ്തു ലോകത്തിൽ മനുഷ്യനായി ജനിച്ച് ഒരു മനുഷ്യൻ മരണാനന്തരം എവിടേക്ക് പോകണമെന്നൊക്കെ കാണിച്ചു തന്നത് ക്രിസ്തു മുഖാന്തരമാണ്. അതുകൊണ്ട് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ളവൻ
അവൻ സ്വർഗീയമായി സംസാരിക്കുന്നു. എന്നാൽ അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിനെ മുദ്രയിടുന്നു. യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് സത്യമാണ് എന്ന് അംഗീകരിക്കുന്നവരെയാണ് ദൈവം മുദ്രയിടുന്നത് എന്നുള്ളതിന് ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ഇപ്പം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. നമ്മള് വിശ്വസിക്കുന്നു, അതെ, എന്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്ന് പറഞ്ഞു. അവൻ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. അവൻ സ്വർഗത്തിൽ ഇരുന്ന് സംസാരിക്കുന്നെല്ലാം ഇനി നിറവേറപ്പെടാനുള്ള കാര്യങ്ങളാണ്. അതൊരിക്കലും കെട്ടുകഥകളല്ല. അത് അവൻ അങ്ങനെ പറയുമ്പോൾ ദൈവം സത്യവാനെന്ന് അതിന് മുദ്രയിടുകയാണ്. അന്ന് നമ്മളതിനെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ദൈവം സത്യവാനാകും. അതുപോലെയാണ് ദൈവം അയച്ചവൻ ദൈവത്തിന് വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. ദൈവം അയച്ചെങ്കിൽ മാത്രമേ വചനം പ്രസ്താവിപ്പാൻ കഴിയത്തുള്ളൂ. ദൈവം അയച്ച ദൈവപുത്രൻ ലോകത്തിൽ വന്ന അവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ചു. അവന്റെ വചനം കേൾക്കുവാൻ വേണ്ടി ആൾക്കാർ അതിരാവിലെ കടൽക്കരയിൽ കുടിവരുമായിരുന്നു. യേശുവിന്റെ ലാവണ്യവാക്കുകൾ കേൾക്കാൻ വേണ്ടി ജനം 3 ദിവസം വരെ അവന്റെ പിന്നാലെ ഇരുന്നിട്ടുണ്ട്. അവർക്ക് വിശന്നിട്ട് പോലും. അവനെ കണ്ടാൽ പാട്ടുകാർ എഴുതി, എന്നെ കാണുന്നവർക്ക് പിന്നെ വിശബോധമാകുമോ എന്ന് ഉണ്ടാകുകയില്ല. അങ്ങനെ പാടാൻ കാരണമാറ്റുന്നത് സാക്ഷ്യമാണ്. അത് ഇന്ന് ഇവിടെ ഒരാള് ആരെങ്കിലും വരണമെങ്കിൽ, കുറെ ആൾക്കാരെ സംഘടിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം എത്രയോ പണച്ചെലവും പബ്ലിസിറ്റിയും ഒക്കെ ആവശ്യമാണ്. എന്നാൽ യേശുവിനെ കുറിച്ച് അവൻ സംസാരിക്കുന്നിടത്ത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലായിരുന്നു. യേശുവോടെ ശിഷ്യന്മാരെ ഒരു സ്ഥലത്ത് അയച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ പോലെ വാഹനങ്ങളിൽ ആൾക്കാരെ കൊണ്ടുവന്നില്ല. ഗ്രാമങ്ങൾ ഒന്നടങ്കമാണ് ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത്. ചെറുപടകളിലൊക്കെ യേശു കൊണ്ടെന്ന് അറിയുന്നിടത്തേക്ക് പോകാനിടയാറ്റോ. ഇന്ന് വരെ ചരിത്രം ഇനി കാണാത്ത ഒരു പ്രാസംഗികനുണ്ടെങ്കിൽ യേശു മാത്രമേ. അവൻ കരയിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിയും. പലർക്കും സ്റ്റേജ് ഇടുന്ന കരയിൽ. എന്നാൽ യേശുവിന് കരയിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് കടലിൽ അവൻ പ്ലാറ്റ്ഫോം വിട്ട് എന്ന് പറഞ്ഞാൽ പടകിലിരുന്ന് പ്രസംഗിക്കാണ് നമ്മുടെ കർത്താവ്. അവൻ വചനം പ്രസ്താവിച്ചു. ദൈവം അയച്ചവൻ ദൈവത്തെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെയാണ് നൽകുന്നത്. അപ്പോൾ വചനവും ആത്മാവിനെയും നൽകാമെന്ന് കഥ പറഞ്ഞെങ്കിൽ അത് ധാരാളമായി നൽകും എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ അതാണ് യഥാർത്ഥമായിട്ടുള്ള ദാനം തീർക്കുന്ന ആത്മാവെന്നുള്ളതാണ് അടുത്ത 4-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. അതുകൂടി ഇവിടെ മുമ്പിൽ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ അത് ഈ അധ്യായം പൂർത്തീകരിക്കപ്പെടുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. ദൈവം അയച്ചവനാണ് മശിഹ എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. അവൻ ആത്മാവിനെ ധാരാളമായി കൊടുക്കുന്നു. നിത്യജീവന്റെ ആത്മാവിനെ ധാരാളമായി കൊടുക്കുന്ന ഉറവയാണ് ക്രിസ്തു എന്ന് 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അതിനാമുഖമായിട്ടൂടെ രേഖപ്പെടുത്തിയിരിക്കുക. പിതാപുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. അപ്പോൾ പിതാവാൻ ദൈവം പുത്രനെ സ്നേഹിച്ച് സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചിരുന്നു, പിതാവാൻ ദൈവം പുത്രനെ സ്നേഹിച്ച് സകലവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നെങ്കിൽ പുത്രനാം ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് അവനുള്ളതെല്ലാം നമുക്ക് നൽകി. എത്ര ശ്രേഷ്ഠകരമായ അവകാശമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ അവകാശം, ആ സ്നേഹം, ആ അധികാരം നമുക്ക് സകലവും നൽകപ്പെട്ടിരിക്കുന്നതിനായി നമുക്ക് ലഭിക്കാൻ പോകുന്നതിനായി രാത്രി സ്തോത്രം ചെയ്യാം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അനുസരിക്കാത്തവന്, നിങ്ങൾ അംഗീകരിക്കാത്ത ജീവനെ കാണുകയില്ല. ദൈവബോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ജീവനെ കാണുകയില്ല. നിക്കോദെമോസിനോട് പറഞ്ഞു, അദ്ദേഹത്തിൽ പറഞ്ഞു, അവന് ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ദൈവരാജ്യത്തെ കടപ്പാൻ കഴിയില്ല. 3-ാം അധ്യായം ദൈവരാജ്യത്തെ കുറിച്ചാണ് നിക്കോദെമോസിനോട് പറഞ്ഞു തുടങ്ങിയെങ്കിൽ അതിന്റെ അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നിത്യജീവനെ കാണാൻ കഴിയുകയില്ല. യേശുവിനെ അംഗീകരിക്കാത്തവർക്ക്, യേശുവിനെ അനുസരിക്കാത്തവർക്ക് നിത്യജീവൻ കാണുവാൻ കഴിയില്ല. ദൈവബോധം
അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത് ഇവിടെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ പ്രധാനമായി ഈ വാക്യം അവസാന വാക്യം 36 വാക്യം പ്രിയപ്പെട്ടവരെ അത് ചിന്തിച്ചാൽ യേശുക്രിസ്തു രണ്ടാമത്തവനുള്ള ബന്ധമുള്ള വാക്യം അവിടെ എഴുതി വെച്ചു. നാം അങ്ങനെ ചിന്തിച്ചു പോയാൽ നമുക്ക് ഒരുപാട് ദിവസങ്ങളിൽ ക്ലാസ് പോയി. അതിന്റെ ഒരു ചെറിയൊരു രക്തചുരുക്കം പോലെ ഞാൻ ആ ഭാഗം കൂടി ഞാനൊന്ന് എടുക്കാം. ആ ഭാഗം കൂടി എടുക്കാം. അപ്പോൾ കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് ലോകത്തിന്റെ ഭാഗത്ത് ദൈവത്തിന് കുഞ്ഞാട് വന്നു. രണ്ടാമതവൻ വരുന്നത് കർത്താവ് വരുന്നത് രക്ഷിപ്പാനായിട്ടല്ല, ദൈവബോധം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. യെശയ്യാപ്രവചനം 26 20 വാക്യവും 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരുന്നത് യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായിട്ട് അല്ല വരുന്നത്, രാജാവായിട്ടാണ് വരുന്നത്. അന്നവൻ വരുന്നത് ദൈവത്തെ അനുസരിക്കാത്തടമേൽ ക്രോധം പകരാൻ വേണ്ടിയാണ്. ഒന്നാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്, സർപ്പസന്തതികളെ ദൈവകോപം എങ്ങനെ വിട്ടൊഴിയും, നിങ്ങൾക്ക് ആരും ഉപദേശിച്ചു തന്നു. അപ്പോൾ യേശുക്രിസ്തു സംസാരിച്ച അന്ന് മുതൽ അനേകര് ദൈവത്തിന്റെ വിശ്വസിച്ച് നിത്യം ഭാവിക്കുമ്പോൾ ആ തലമുറകളിലേക്ക് ദൈവക്രോധം അതേ പ്രിയപ്പെട്ടവരെ ഉള്ള ഒരു കൂട്ടം ആൾക്കാർ കത്താൻ രണ്ടാമത്തെ വരെ കാണും. ദൈവക്രോധമുള്ളവരാണ്. ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന തീയനുള്ളവര് തലമുറകൾ കൈമാറി അവസാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ വരവ് ആകുമ്പോൾ ദൈവക്രോധം ഉള്ള ഒരു തലമുറയുടെ മേലാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. ഒന്നാണ് യേശയ്യാപ്രവചനം അതിന്റെ 26 20 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 26 20 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. യെശയ്യാപ്രവചനം 26 20 വാക്യം നമുക്ക് അറിയാവുന്ന വാക്യമാണ്. ക്രോധം കടന്നു പോകുമ്പോഴും അല്പസമയത്തേക്ക് അറകളിൽ കടന്നിരിക്കുക. 26 20 വാക്യം, എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടക്കിയ, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. യഹോവ ഭൂവാസികളെ അവിടെ അകത്ത നിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്തുനിന്ന് ഇതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും, തന്നിലുള്ള കഥന്മാരെ ഇനി ഒടിവെക്കുകയുമില്ല. ഇത് പ്രവചനമാണ്. അതേക്കുറിച്ച് ഞാൻ മുഴുവെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേക്കുറിച്ച് ഒന്നാമത്തെ പുനരുത്ഥാനം, ഭാവിയിൽ ആ വിഷയങ്ങളൊക്കെ എടുത്തു പോകാം. നല്ലത് ഇന്ന് രാത്രി തൊടാതെ എന്താണ് ക്രോധം എന്നുള്ളപ്പോ ഇനി കഥ വരുന്നത് ഇതാ വരുന്നു. ഇതിനാ വരുന്ന ഭൂമി തന്റെ അകത്ത് നിമിത്തം സന്ദർശിപ്പാൻ അവൻ തന്റെ സ്ഥലത്തുനിന്ന് ഇതാ വരുന്നു. അപ്പൊ കഥ രണ്ടാമത്തെ വരവ് അകത്യത്തെ സന്ദർശിപ്പാൻ വേണ്ടി, ലോകത്തെ വിധിപ്പാൻ വേണ്ടിയാ വരുന്നത്. ഒന്നാമത് വന്ന് ഇപ്പോൾ രക്ഷാസമയമാണ്, പ്രസാദകാലമാണ്. ഇപ്പോൾ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ഇവിടെ വ്യാപരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷയുടെ സന്ദേശമാണ്. കർത്താവ് രണ്ടാമത് വരുന്നത് ഇതാ അവൻ വരുന്നു. ഭൂവാസികളെ അവിടെ അകത്ത് നിമിത്തം സന്ദർശിപ്പാൻ. അപ്പോൾ സർവഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീനെന്ന് ഒന്നാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രവചനം പഴയനിയമത്തിലുണ്ടെങ്കിൽ അതേ ആത്മാവ് തന്നെ പ്രവചിച്ചു കർത്താവ് രണ്ടാമത് വരുന്നത് ഇതിനു വേണ്ടി വരുന്നത് ഭൂവാസികളെ അവരുടെ അകത്ത് നിമിത്തം, അഥവാ ദൈവത്തിന്റെ വചനമാകുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുടെ മേൽ ക്രോധം വസിക്കുന്നുണ്ട്. അവരെ സന്ദർശിപ്പാൻ വേണ്ടി ദൈവം വരുമ്പോൾ പറയാണ്, എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക, ക്രോധം കടന്ന് പോകുമ്പോഴും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. അഥവാ ഹർമോദ യുദ്ധം നടക്കുന്ന സമയത്തിന് മുമ്പായി കർത്താവ് ഭൂമിയിൽ വന്ന് മണവാട്ടിയാകുന്ന സഭയും പരിവാരങ്ങളുമായിട്ട് വരുമ്പോൾ അന്ന് കർത്താവിന് വേണ്ടി നിൽക്കുന്ന വൃതന്മാരെ ചേർത്ത് കർത്താവിന്റെയും അറകളിൽ കടന്ന് അവരെ അവിടെ വാതിലടയ്ക്കും. ശേഷമായി ആയിട്ടാണ് ഹർമോദ യുദ്ധം നടക്കുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തി. ഞാൻ വെളിപ്പാട് പുസ്തകത്തിനെ കുറിച്ചുള്ള പഠനത്തിൽ ഈ ഭാഗം എടുത്തിട്ടുണ്ട്. പക്ഷേ ദൈവബോധം എന്താണെന്നും അത് എപ്പോഴാണ് സംഭവിക്കുന്നുള്ളതും ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സംസാരിക്കുന്നുണ്ട്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും കർത്താവിന്റെ രണ്ടാമത്തെ വരവുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയ ഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ വരവിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞ്
മണവാളനുള്ളവൻ മണവാട്ടിയാണെന്ന് മധ്യാകാശ പ്രത്യക്ഷതയെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞ ശേഷമായി ദൈവക്രോധം സന്ദർശിക്കാൻ വേണ്ടി കർത്താവ് രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള സന്ദേശം കൂടി ഈ പറയുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കർത്താവിനെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മാനവീയ വിഷയങ്ങളെല്ലാം ഓരോന്നായി രേഖപ്പെടുത്തിയിരിക്കുന്നാണത്. അതൊന്നൊന്നായിട്ട് പറഞ്ഞു പോയാൽ യോഹന്നാൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞാൽ ക്ലാസ് തീരത്തില്ല, അവൻ ചെയ്തതെല്ലാം കൂടി എഴുതി വെച്ചാൽ പുസ്തകങ്ങൾ ഒതുങ്ങത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ്സും തീരുകയില്ല. അതുകൊണ്ട് രക്തത്തിലുക്കമായിട്ട് പറഞ്ഞ് ഹിന്റായിട്ട് മാത്രം പറഞ്ഞാണ് ഞാൻ ഈ ഭാഗങ്ങൾ വിടാൻ ആഗ്രഹിക്കുന്നത്. 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്തോട് കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇതാണ് ദൈവക്രോധം. ഏതാ രണ്ടാമത്തെ വരവെങ്കിൽ വരുമ്പോൾ 1-ാമത്തെ വരവെങ്കിൽ വന്ന് ആ മണവാട്ടിയെ ചേർത്ത് അതുപോലെ തന്നെ വരാനുള്ള തോഴിമാരെയും തോഴ്മക്കാരെയും ഒക്കെ ഉളവാക്കിയെടുത്ത് കല്യാണം എല്ലാം കഴിഞ്ഞ് മണവാട്ടിയുമായി മണവാട്ടിയുടെ ഭവനത്തിലേക്ക് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ അന്ന് നടക്കാൻ പോകുന്നത് ഈ ഇവിടെയുള്ള ഭൂമിയിൽ നിന്നുള്ള ദുഷ്ടന്മാരെ തുടച്ചു നീക്കും. വീശുമുറമുള്ളവൻ വീശുമുറം കൊണ്ട് വീശി ദുഷ്ടന്മാരെ പകർ പോലെ അഗ്നിനരകത്തിലേക്ക് തള്ളിക്കളയും എന്നുള്ളതാണ് ഇവിടെ ഈ അതുകൊണ്ട് ദൈവക്രോധത്തിന്റെ മേൽ വസിക്കുന്നവർ. ദൈവക്രോധം വസിക്കുന്നവരുടെ തലമുറകൾ മരിച്ചു പോകുന്നുണ്ട്. കർത്താവിന്റെ 2-ാമത്തെ വരവിൽ അന്ന് നിൽക്കുന്ന ഒരു തലമുറ ഉണ്ടായിരിക്കും. ദൈവക്രോധം വസിക്കുന്നവർ അല്ലെങ്കിൽ ദൈവക്രോധം വസിക്കുന്നവരുണ്ടായിരിക്കും. അവരെ ദൈവം ന്യായം വിധിക്കും. അവരെ നിത്യന്യായം വിധിക്കുന്ന തള്ളിക്കളയും. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്ന് നാം അറകളിൽ കിടന്ന് വാതിലടച്ച് കാത്തിരിക്കേണ്ടവർ കുടിക്കപ്പെടുവാനുള്ളവരല്ല, നമ്മുടെ താനോട് വരാനുള്ളവരാണ്. അന്ന് ചേർക്കുന്ന ബുധന്മാരാണ്. അവരെയാണ് എന്റെ ജനമേ എന്ന് പറയുന്ന ഇസ്രായേൽ ബുധന്മാരുണ്ട്, സുവിശേഷ ബുധന്മാരുണ്ട്. അവരെയാണ് അറകളിൽ ചേർന്ന് ക്രിസ്തുവും മണവാട്ടി സഭയും പരിവാരങ്ങളുമായിട്ട് വന്ന ശേഷമായി വിശുദ്ധന്മാരുമായി വന്ന് അവരെ അറകളിൽ അവരെ വാതിലടച്ച ശേഷമായി കർത്താവ് തന്നോട് കൂടെ വരുന്നവരും സിയോൻ പർവ്വത്തിൽ ഇറങ്ങി വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവരെ യുദ്ധത്തിന് വേണ്ടി നാം അണിനിരക്കും. അതാണ് ഹർമോദൻ യുദ്ധം എന്നുള്ളതും നമുക്ക് മനസ്സിലേക്കെടുക്കാൻ സാധിക്കും. ഇത് ഞാൻ പറഞ്ഞത് പണ്ട് വെളിപ്പാടസം പഠിച്ച് കേട്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ അത് മനസ്സിലായി. അത് ഒന്നുകൂടെ ചിന്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതാണ് അതിന്റെ അർത്ഥം എന്നുള്ളതും കൂടി ഇന്ന് രാത്രി ഗ്രഹിച്ചെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം അയച്ചവൻ വചനം ദൈവത്തിന് വചനം പ്രസാദിക്കുന്നു, ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നപ്പോൾ. കർത്താവ് പറഞ്ഞിരിക്കുന്ന അളവ് ആത്മാവ് ഏതാകുന്നു, അതിനെ അളവ് കൂടാതെ കൊടുക്കുന്നു എന്നുള്ളത് അത് ഒരു പ്രത്യേക ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, യഹൂദന്മാർ വേറിട്ട് നിർത്തിയിരുന്ന ഒരു വിഭാഗമായിരിക്കുന്ന ശമരിയിലേക്ക് കർത്താവ് കടന്നു അവരോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തി കർത്താവിനെ മെസ്സിഹ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആത്മാവിനെ കൊടുക്കുന്നതിനെ കുറിച്ച് 4-ാമത്തെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തു വന്നത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവജ്ഞനായി വന്നു. അവൻ ആത്മാവിനെ ധാരാളമായി നൽകുവാൻ വേണ്ടി ലോകത്തിൽ വന്നു. മണവാട്ടിയെ ഉളവാക്കിയെടുക്കുവാൻ വേണ്ടി വന്നു. അന്ന് മണവാട്ടിയെ ഉളവാക്കിയെടുക്കാൻ വന്നപ്പോൾ ഇസ്രായേൽ രണ്ടായി പിരിഞ്ഞുപോയി. യൂദ ഗോത്രവും ഇസ്രായേൽ ഗോത്രങ്ങളുമായി വേർതിരിഞ്ഞ് സദേൺ കിങ്ഡവും തെക്കേ സാമ്രാജ്യവും വടക്കൻ സാമ്രാജ്യവുമായിട്ട് വേർപിരിഞ്ഞുവെങ്കിലും യേശു ക്രിസ്തു വന്നപ്പോൾ തെക്കേ സാമ്രാജ്യത്തിലും വടക്കേ സാമ്രാജ്യത്തിലുമുള്ള ലോകത്തിലുള്ള എല്ലാവരിൽ നിന്നും ആത്മാവിനെ ആത്മാവിനെ കൊടുക്കാൻ വേണ്ടി യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് 4-ാം അധ്യായം രചിച്ചിരിക്കുന്നത്. അതിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് വായിച്ച് ചിന്തിക്കാം.
ബാക്കിയുള്ള ഭാഗം ദൈവം നാളെ തുറന്ന് ചിന്തിക്കുന്നതായിരിക്കും. 4-ാം അധ്യായം 1 മുതൽ ഭാഗം. യേശു യോഹന്നാനേക്കാൾ അധികം നമ്മൾ വായിച്ചു. ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചല്ലാനും അവൻ യഹൂദദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അപ്പൊ ഇവിടെ യോഹന്നാന്റെ കാലം തീർന്നു വന്ന യോഹന്നാൻ തന്നെ പ്രസ്താവിച്ചു. കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി സ്നാനം കഴിപ്പിച്ച ശേഷമായി അവൻ എന്ത് ചെയ്തു? അവിടെ വിട്ട് യഹൂദദേശം വിട്ട് വീണ്ടും ഗലീലയ്ക്ക് മടങ്ങിപ്പോയത്. അപ്പോൾ ഗലീലയ്ക്ക് പോകുമ്പോൾ യേശു പോയത് പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്തോടെ, ഗലീലയുടെ യോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തോട് കിഴക്ക് ഭാഗത്തോടെ പോയിരുന്നെങ്കിൽ യേശു ഈ പറയുന്ന ഈ ശമരിയ ദേശത്തേക്ക് വരത്തിലായിരുന്നു. എന്നാൽ അവൻ യോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അഥവാ ഇടത് ഭാഗത്തുള്ള ദേശത്തോട് സഞ്ചരിച്ചതിന് കാരണമുണ്ട്. കാരണം അവനിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ ശമരിയ ജാതിയോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തുവിന്റെ സന്ദേശം കൈമാറാൻ കഴിയത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, ആദ്യ യെരൂശലേമിലും യഹൂദയിലും ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകണമെന്നുള്ള വചനപ്രകാരം ഗലീലയിൽ തുടങ്ങിയെങ്കിൽ ആ ഗലീലയിൽ തുടങ്ങുന്നതിന് ഉള്ള യാത്ര തിരിക്കുമ്പോൾ അവൻ അവിടേക്ക് പോകുമ്പോൾ ഇതിലൂടെ യാത്ര ചെയ്ത് പോകണമെന്ന് ദൈവ പ്രവൃത്തിയാൽ ദൈവത്തിന്റെ ഉപദേശമായത്. അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ യാത്രയായി അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഗാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. ഈ ശമരിയ പട്ടണത്തിൽ 3 പ്രധാന പട്ടണങ്ങളെ കുറിച്ച്, ശമരിയ ദേശത്തെ കുറിച്ച് 3 പ്രധാന പട്ടണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ശമരിയ, അതുപോലെ തന്നെ ശേഖേം, സുഖാർ. ഈ 3 സ്ഥലങ്ങളാണ് നമുക്ക് ദൈവത്തിൽ പ്രധാനപ്പെട്ട പട്ടണങ്ങളായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണിക്കുന്നത്. ശമരിയ, ശേഖേം, സുഖാർ. ഈ 3 പ്രധാന സ്ഥലങ്ങളാണ് ശമരിയ പട്ടണങ്ങളുടെ ബന്ധത്തിൽ ഉള്ളത്. ഇതിൽ കർത്താവ് ശമരിയ പട്ടണത്തിലൂടെ പോയപ്പോൾ അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബിന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. ഇപ്പം ഈ എപ്പോഴാണ് യോസഫിന് ഈ സ്ഥലം കൊടുത്തതെന്നൊക്കെ നമുക്ക് ചരിത്രം പഠിച്ചെങ്കിലും മനസ്സിലാക്കും. ജോസഫ് ആരായിരുന്നു, അവൻ എവിടെയായിരുന്നു ഒക്കെ ഉള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനൊന്ന് പകർച്ച ചിന്തിച്ച് വിചാരിച്ചു, വാസ്തവത്തിൽ നമ്മൾ സാധാരണ മനുഷ്യരാണെങ്കിൽ ഒരിക്കലും മിസ്രൈമിലെ അത്രയും ആ ധനങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെ ഉള്ള ജോസഫ് കനാൻ ദേശത്തിലെ ചെറിയ അവകാശം വാങ്ങിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പോകത്തില്ല. പക്ഷെ സ്വർഗീയമായ കാഴ്ചപ്പാടുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ചെറിയ സ്ഥലമാണെങ്കിലും അതാണ് അവർക്ക് ആവശ്യം. ഇപ്പൊ ഈ യാക്കോബ് മരിക്കുന്നതിന് മുമ്പായി തന്റെ പുത്രന്മാർക്ക് അവകാശം കൊടുക്കുമ്പോൾ അവൻ പ്രത്യേകമായി എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞു ധരിപ്പിച്ചു. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ജോസഫിന്റെ അടുത്തേക്ക് ഈ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകണം. യാക്കോബ് മരിക്കുന്നതിന് മുമ്പായി ചിതറപ്പെട്ട ഒരു ഇസ്രായേൽ കുടുംബത്തെ അല്ല കാണേണ്ടത്, അവരെല്ലാം ഒന്നാക്കി ചേർത്ത് ഭാവികാല പ്രവചനങ്ങളോട് പറഞ്ഞിട്ട് വേണം അവന് ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ടത്. അതുകൊണ്ട് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തത്. അതുകൊണ്ട് അവർക്ക് ദൈവം സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. നന്നായി ചെയ്തു. ഇപ്പം ഈ ജോസഫ് ഒരിക്കലും അല്ലെങ്കിൽ അവിടെ മടങ്ങി വരേണ്ട ആവശ്യമില്ല. ഈ പിതാവാം യാക്കോബ് അവിടെ കടന്നു ചെന്നിട്ട് എന്നോട് താമസിച്ച് ഈ കാര്യങ്ങളെല്ലാം ഓർപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ജോസഫ് അവിടുന്ന് പോരത്തുള്ളൂ. അല്ലെങ്കിൽ ജോസഫത്തിനെ പോരുന്നത് അവന്റെ കുടുംബത്തിനെ പോരുന്നത്. അവിടെ ഫറവോന്റെ സകല സ്ഥലത്തിനും അധികാരിയാണ്, സകല അവനുള്ളതാണ്. അവന്റെ അവകാശം അവന്റെ തലമുറയ്ക്കൂടെ എഴുതി വെച്ചാൽ അത് എഴുതി വെച്ചതാണ്, മാറ്റമില്ലാത്തതാണ്. പക്ഷേ ദൈവം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഇഞ്ച് സ്ഥലം പോലും തന്റെ മക്കൾക്ക് വേണ്ടി ജോസഫ് അവിടെ എഴുതി വെച്ചില്ല. തനിക്കത് വേണ്ടായിരുന്നു. അവൻ കാത്തിരുന്നത് അത് ദൈവം കൊടുക്കുന്ന കനാൻ ദേശമായി. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രാത്രി നമ്മളൊക്കെ പലപ്പോഴും ഭൗമികം അതിനു വേണ്ടി ഒരുപാട് ഓടുമ്പോൾ ആത്മീയ കാഴ്ചപ്പാട് ലഭിച്ച ജോസഫിന് വേണമെങ്കിൽ മിസ്രൈമിലെ മുഴുവൻ സ്ഥലവും വേണമെങ്കിൽ അവന്റെ പേര് എഴുതി വെക്കാമായിരുന്നു.
നമ്മുടെ തലമുറയ്ക്ക് എഴുതി വെക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 1 ഇഞ്ച് സ്ഥലം പോലും അവകാശമായി അവനോട് എഴുതി വെച്ചില്ല. അവൻ കണ്ടത് തന്റെ പിതാവ് സമ്പാദിച്ചിരിക്കുന്ന ദേശം മതി. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നത് ജോസഫിന് തന്റെ പിതാവ് കൊടുത്ത ദേശം. ഒരു കിണറും സുഗാർ എന്ന ദേശത്തിന്റെ കുറെ ഭാഗങ്ങളും ആണോ പ്രാധാന്യതയുള്ളത്, അതോ മിസ്രൈം ദേശം മുഴുവനായിരുന്നു? അതുകൊണ്ടാണ് വിശ്വാസ വീരന്മാർ പട്ടി എഴുതിയപ്പോൾ യോസഫിനെ കുറിച്ച് എഴുതുന്നത് വിശ്വാസത്താൽ താൻ മരിക്കുന്നതിന് മുമ്പ് തന്റെ അസ്ഥികളെ കുറിച്ചുള്ള കൽപ്പന കൊടുത്തു. കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു ചെറിയൊരാളായിരുന്നില്ല യോസഫ്. ആ ദേശം മുഴുവൻ അവൻ എഴുതി ഫറവോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാം, തലമുറയ്ക്ക് എഴുതി വെക്കാം. പക്ഷെ ചെയ്തില്ല. അതല്ലായിരുന്നു അവന്റെ ലക്ഷ്യം. മിസ്രൈമായിരുന്നില്ല, ലോകമായിരുന്നില്ല അവന്റെ ലക്ഷ്യം. കനാൻ ദേശമായിരുന്നു. രാത്രിയിൽ പക്ഷേ 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വലിയ അർത്ഥങ്ങളൊന്നും കാണാൻ സാധിക്കത്തില്ലെങ്കിൽ പരിശുദ്ധ വെളിപ്പെടുത്തലും വലിയ മർമ്മങ്ങളെ അടങ്ങിയിരിക്കുന്നത്. ഇവിടെ യോസഫിന് യാക്കോബ് ശമരിയ പട്ടണത്തിൽ അവകാശമായി കൊടുത്തിരുന്ന സുഗാർ എന്ന ദേശത്തെ കിണറും ആ പട്ടണമൊക്കെ നോക്കുമ്പോൾ എത്ര ചെറുതാണ് മിസ്രൈമിനെ തുലനം ചെയ്ത് നോക്കുമ്പോൾ. തന്റെ പിതാവ് തരുന്ന അവകാശം മതി എന്ന് പറഞ്ഞുകൊണ്ട് മിസ്രൈം ദേശത്ത് നിന്ന് മരിക്കുന്നതിനും പറഞ്ഞു കൽപ്പന കൊടുത്ത് ഞങ്ങളെ ഇവിടുന്ന് പുറത്തു വീഴ്ത്തും. എന്റെ പിതാവനായിരിക്കുന്ന യാക്കോബ് പറഞ്ഞതുപോലെ ദർശനമുള്ളവനാ. അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്ത് ദൈവശില്പിയായി നിർമ്മിക്കുന്ന അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്ന പാരമ്പര്യമുള്ള യാക്കോബ് തൻ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തു, ഭൗമികമല്ല, മിസ്രൈമല്ല നമ്മുടെ അവകാശദേശം, നമുക്ക് കനാൻ ദേശമുണ്ട്, ഒരു സ്വർഗീയമായിരിക്കുന്ന അവകാശമുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കണമെന്നുള്ള സന്ദേശം തന്റെ മക്കൾക്ക് അവൻ പറഞ്ഞു കൊടുക്കാനൊക്കെ എത്തും. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജോസഫ് മരിക്കുന്നതിന് മുമ്പ് അവനും പറഞ്ഞത് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഇതൊന്ന് അവകാശം കൊടുത്തപ്പോ പറഞ്ഞ അവകാശങ്ങളൊക്കെ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് ഈ മലമ്പ്രദേശം കൊടുക്കണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 48-ാം അധ്യായം 22-ാം വാക്യത്തിൽ 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. ആർക്കാ കൊടുക്കുന്നത്? മിസ്രൈമിലെ 2ാമനായിരിക്കുന്ന പറഞ്ഞില്ല, അപ്പൊ എനിക്കിത് വേണ്ട, എനിക്കിവിടെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞില്ല. ദൈവം തരുന്നതാ ശ്രേഷ്ഠമായിട്ടുള്ളത് കൊണ്ടോ നാം നേടുന്നതോ നാം അനുഭവിക്കുന്നതൊന്നുമല്ല. അവനറിയാമായിരുന്നു മിസ്രൈം താൽക്കാലികമാണ്, എന്നാൽ വാഗ്ദത്ത ദേശമാണ് വലുതെന്നുള്ള കാഴ്ചപ്പാട് അവന് കിട്ടിയപ്പോൾ മലഞ്ചെരിവ് എന്തിനാ എനിക്ക് വേണ്ടിയത് എന്നവൻ പറഞ്ഞില്ല, നിസ്സാരമായി കണ്ടില്ല. ഈ കാണുന്ന മിസ്രൈം ദേശം മുഴുവൻ എന്റേതാ, വേണം ഇയാക്കോട് പറയുന്നത് ഇത് മുഴുവൻ എന്റേതാ, എനിക്ക് അവിടെ വേണ്ട പറഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നത് സുഗാർ ദേശം എന്നുള്ളത് ഈ യാക്കോബ് യുദ്ധം ചെയ്ത് നേടിയെടുത്ത ദേശം അവന് കൊടുത്തതുപോലെ വിലയ്ക്ക് വാങ്ങിയ ദേശമാണ് ശേഖേം. ശേഖേമിനടുത്തുള്ള സ്ഥലമാണ് ഈ സുഗാർ എന്നുള്ള ദേശം. അപ്പോൾ 33-ാം അധ്യായത്തിലാണ് ഈ ശേഖേമിൽ എത്തുന്നത്. അപ്പോൾ അവരുടെ ബഥേലിലേക്ക് പോകുന്നതിന് പകരമായിട്ട് അദ്ദേഹം യാക്കോബ് തന്റെ കുടുംബമായിട്ടെല്ലാം ഈ ഏശാവിന്റെ പ്രതിസന്ധി ഒഴിവായി കഴിഞ്ഞപ്പോൾ സ്വസ്ഥതയുണ്ടായി നടുവൊന്നു നോക്കി. പറഞ്ഞിട്ടില്ലേ നമ്മൾ നടുവൊന്ന് നിർത്തുന്നു. നടുവോർക്കുക എന്നതിന്റെ അർത്ഥം വലിയ ചില കാര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോഴാണ് നടുവൊന്നു നോക്കുന്നത്. അത് ഒരു വിഷമമില്ല. ഉപവാസം, കരച്ചിലെ കണ്ണുനീർ, പ്രാർത്ഥന നടുനോർക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചും ഇരുന്നും പ്രാർത്ഥിച്ച് നടുനോർക്കാൻ കഴിയാത്ത ജീവിതമായി രാത്രി ദൈവാത്മ പറയുക നടുനോർക്കുവാൻ സമയമായിക്കൊണ്ടു. കണ്ണുനീർ കാണുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അതെ അവൻ നമ്മുടെ നെടുവീർപ്പുകൾ കാണുന്നു. യാക്കോബ് ഒരുപാട് പ്രതിസന്ധി കടന്നുപോയി അവസാനം നടുവൊന്നോർത്തപ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട്,
ദൈവം സാവകാശം തരുമ്പോൾ അനുഗ്രഹം തരുമ്പോൾ അവിടെ കൊണ്ട് സെറ്റിലാകരുത് കേട്ടോ. ദർശനം മങ്ങിപ്പോകരുത്. യാക്കോബ് ഒന്ന് ആശ്വസിച്ചു, നടുവോർത്തു, വിചാരിച്ചു കനാദേശെത്തി. 31 അധ്യായം 18 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കാം. യാക്കോബ് 17 നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശെഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. പട്ടണത്തിനരികെ പാളയം. താൻ കൂടാരം അടിച്ചിരുന്ന ശെഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി അവിടെ അവനൊരു യാഗപീഠം പണിതു. അവൻ അതിന് എലോഹ ഇസ്രായേൽ എന്ന പേരിട്ടു. ദൈവത്തെ മറന്നില്ല. സ്ഥലം വാങ്ങിച്ച് യാഗപീഠം പണിതു. ദൈവത്തെ മറന്നില്ല. അത് ദേശമാണ്. ഈ ശമര്യദേശത്തിലെ ശെഖീം സുഗാർ എന്ന ദേശമാണ്. അവിടെ കണ്ട് കുഴിച്ച് അവിടെ ആടുമാടുകളൊക്കെ വളർത്തി വീടും ഒക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയാണ് അവിടെ താമസിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ ഇവിടെ സെറ്റിൽ ആകാനുള്ളതല്ല. അങ്ങനെ കുഴിച്ച കിണറാണ് അവിടെ ഉണ്ടായിരുന്ന കിണർ. യാക്കോവിന്റെ കിണറെന്ന് പറഞ്ഞിരിക്കുന്നത്, ഉറവെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവനെ അവിടുന്ന് മാറ്റി ബഥേലിലേക്ക് കൊണ്ടുപോയ ചരിത്രം നമുക്കറിയാം. ഞാൻ പറഞ്ഞത് ഈ ശെഖേമിലെ കിണറിനെ കുറിച്ചും അവകാശത്തെ കുറിച്ച് പറഞ്ഞു വരും. ശമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടാകുന്നു. യാക്കോബ് 31 അധ്യായം അതിന്റെ വാക്യം വായിച്ചാൽ അവനോട് എത്തി സമാധാനത്തി കഴിഞ്ഞപ്പോൾ വീടൊക്കെ പണിതു. അവനവിടെ ശെഖേമിൽ പാർക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയപ്പോൾ അവിടുന്ന് ദൈവനെ ബഥേലിലേക്ക് കൊണ്ടുവരിക ചെയ്തെന്നാൽ ഈ അവനുണ്ടാക്കിയ കിണറും വെള്ളം കൊടുത്ത് അവൻ കുടിച്ച കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തി. ഇവിടെ ഈ കിണറിനെ കുറിച്ച് വലിയ രീതിയിലാണ് താല്പര്യത്തോടാണ്, അല്ലെങ്കിൽ വലിയ പ്രശംസയോടെയാണ് ഈ ശമര്യക്കാർ ആ കിണർ കണ്ടിരുന്നത്. അതേക്കുറിച്ച് ശമര്യ സ്ത്രീ പറയുന്ന കാര്യമുണ്ട്. നീ ഈ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ വെള്ളം തന്നത് അവനാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 12 വാക്യം, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശമര്യക്കാരി സ്ത്രീ ഈ യഹൂദനായിരിക്കുന്ന യേശുവിനെ ആദ്യം ഇങ്ങനെ പറഞ്ഞു, നീ നമുക്ക് തമ്മിൽ സമ്പർക്കമില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അവിടെ പറയുക, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയ. ഇവക്കും ഒരു പാരമ്പര്യം പറയാനുണ്ട് യാക്കോബിനെ കുറിച്ച്. എന്നാൽ സായനത്തോട് ബന്ധത്തിൽ നോക്കുമ്പോൾ ശമര്യരുമായിട്ടൊരു ബന്ധം സമ്പർക്കമുള്ളവരല്ല. ക്രിസ്തുവോട് സംസാരിക്കുമ്പോൾ പറയുക, ഞങ്ങൾക്കും ഇന്നത് അവകാശമായി ലഭിച്ചിരിക്കുന്നത് യാക്കോബിന്റെ കിണറാണ്. ഈ വെള്ളം കുടിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട്. ശമര്യശ്രീ പറയാ, ഞങ്ങള് ഇതിലെ വെള്ളം കുടിക്കുമ്പോൾ അഭിമാനത്തോടെയാ. കർത്താവുകളെ ആ അഭിമാനമുള്ളവളെ തേടി അവിടെ എത്തിയതും കൊട്ടോ. പക്ഷെ അവള് മോശക്കാരിയ സ്ത്രീ ആയിരുന്നെങ്കിലും അവിടെ ഉള്ളിൽ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, ഒരു നല്ല ചിന്താഗതി ഉണ്ടായിരുന്നു. സഹായിക്കുന്ന യാക്കോബിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നു. ഇവിടെ പറയാ, യാക്കോബ് നമ്മുടെ പിതാവായ യാക്കോബ് എന്ന് പറഞ്ഞത്. ഇവിടെ യഥാർത്ഥമായ ഉറവ, ആ വെള്ളം, ജീവന്റെ വെള്ളം, വെള്ളം കാണിച്ചു കൊടുക്കാൻ വേണ്ടി യേശു അവിടെ എത്തി. അതാണ് സന്ദർഭം. ഇനി ഇത് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പോയതുകൊണ്ട് ഞാൻ രാത്രിയിൽ ക്ലാസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. ദൈവത്തിന് നാളെ നമുക്ക് എടുക്കാം. ഏത് സന്ദർഭം മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതികൾക്കായി സ്തോത്രം ചെയ്യാം. കർത്താവ് ഇത് വലിയ അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. അതെ, ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അവന് മിസ്രൈം വെച്ച് നോക്കുമ്പോൾ ഈ യാക്കോബ് അവൻ അവകാശമായി കൊടുത്ത മലഞ്ചെരിവോ അല്ലെങ്കിൽ കിണറോ അതൊന്നും വലിയ കാര്യമായിരുന്നില്ല. കാരണം അവൻ സമ്പന്നനായിരുന്നു. അവന് മിസ്രൈമിൽ പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ തന്റെ പിതാവിന്റെ ദർശനം, അവന്റെ പിതാവിന്റെ പിതാവായിരിക്കുന്ന അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിന്റെ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് മിസ്രൈമിലെ നിക്ഷേപമല്ല വേണ്ടിയത്. ഈ മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ
കനാൻ ദേശമാണ് എനിക്ക് വേണ്ടിയത്. അവിടെ അവന് അവകാശിപ്പാൻ എത്തുന്ന ആ ദേശത്ത് യേശു കർത്താവ് ചെന്ന് ശമരിയാസിയോട് സംസാരിക്കുന്നത് ചില മർമ്മങ്ങളെ വെളിപ്പെടുത്തി യഥാർത്ഥമായി മഷിയെ വെളിപ്പെടുത്തുകയാണ് ചെയ്ത്. യേശു വന്നത് സർവ്വലോകത്തിന്റെ പാപത്തെ വഹിക്കാൻ വേണ്ടിയാണ്, സകല മനുഷ്യരെയും മണവാട്ടി സഭയുടെ അംഗങ്ങളാക്കി തീർക്കാൻ വേണ്ടിയാണ് യേശു വന്നത്, വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ജീവന്റെ ഒളിവായിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയത്. അന്നത്തെ രാത്രി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മണവാളിന്റെ സ്വരം കേട്ട യോഹന്നാൻ സ്നാപകന് അത്യന്തം സന്തോഷിച്ചെങ്കിൽ മണവാളോട് ചേരുവാൻ ഭാഗ്യം ലഭിച്ച നാം ദിവസങ്ങളിൽ വളരെ ആത്മാവിൽ സന്തോഷമുള്ളവരായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പല കർത്താവെ, ഞങ്ങൾക്ക് യോസഫിനെ പോലെ മുസ്ലിമിലെ അവകാശമല്ല വേണ്ടത്, അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു സ്വർഗീയ ആ പദവി പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങളിതാ ഞങ്ങളുടെ സന്നിധിയിൽ വരുന്നു എന്നുള്ള വിനയത്തോടും സമർപ്പണത്തോടും നമുക്കായിരിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.